സമയം രാത്രി 11 കഴിഞ്ഞു. ദേവിക അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ മതിമറന്ന് അത് അവളുടെ ഉറ്റ സുഹൃത്തായ അശ്വതിയെ അറിയിക്കാൻ വേണ്ടി അവളെ അപ്പോൾ തന്നെ ഫോൺ ചെയ്തു. അശ്വതി ആ സമയം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരുപാട് നേരം റിങ് ചെയ്ത ശേഷം അശ്വതി ഉറക്കത്തിൽ നിന്നുണർന്ന് ദേവികയുടെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താടി, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എന്താ ഇപ്പോൾ ഈ സമയത്തൊരു വിളി? ഉറക്കപ്പിച്ചയിൽ അശ്വതി ചോദിച്ചു. എടി അച്ചു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഹൈദരാബാദ് പോകാൻ അച്ഛൻ സമ്മതിച്ചു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോകും. ആണോ? അത് പൊളിച്ചു. നിന്റെ വലിയ ആഗ്രഹമായിരുന്നല്ലോ. അല്ല, അങ്കിളിന് ഇതുവരെ നീ പോകുന്നതിനോട് എതിർപ്പായിരുന്നല്ലോ. പെട്ടെന്നിങ്ങനെ തീരുമാനം മാറ്റി? അശ്വതി ചോദിച്ചു. അതൊക്കെ വിശദമായി ഞാൻ നാളെ പറയാം. നീ നാളെ എൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരണം. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദേവിക കോൾ കട്ട് ചെയ്തു. അവൾ അപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു. മനസ്സിൽ ഓരോ സ്വപ്നങ്ങൾ മെനഞ്ഞുകൂട്ടി അന്ന് രാത്രി എങ്ങനെയൊക്കെയോ അവൾ ഇരുട്ടി വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ദേവിക റെഡിയായി അവളുടെ സ്കൂട്ടറും എടുത്ത് അശ്വതിയെ കൂട്ടാൻ അവളുടെ വീട്ടിലേക്ക് പോയി. അശ്വതി റെഡിയായ ശേഷം അവർ ഒരുമിച്ച് അവിടെ നിന്നും ഇറങ്ങി. എടി ദേവി, ഹൈദരാബാദ് പോകാൻ നീ എങ്ങനെ അങ്കിളിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത്? യാത്രക്കിടയിൽ അശ്വതി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഇന്നലെ മുത്തശ്ശി വിളിച്ചിരുന്നു അച്ഛനെ. അവർ തമ്മിൽ ഫോണിൽ കൂടി കുറേ നേരം സംസാരിച്ചു. അച്ഛൻ അമ്പിനും വില്ലിനും അടുക്കാതെ വന്നപ്പോൾ മുത്തശ്ശി അവസാനത്തെ അടവിറക്കി. കരഞ്ഞ് മെഴുകി. അച്ഛന് വേറെ വഴിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. നിനക്കറിയോ, ചെറുപ്പത്തിൽ വെക്കേഷൻ ആവുമ്പോൾ എന്നെ മുത്തശ്ശിക്കൊപ്പം ഹൈദരാബാദ് നിർത്താൻ പലതവണ നിർബന്ധിച്ചിട്ടുള്ളതാ. പക്ഷേ അച്ഛൻ അന്നൊന്നും സമ്മതിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ സങ്കടം മാറാൻ പോവല്ലേ? ഹൈദരാബാദിൽ സെറ്റിലാവാനുള്ള പ്ലാനുമായിട്ടല്ലേ നീ പോകുന്നത്? അതൊക്കെ പോട്ടെ, അവരുടെ കമ്പനിയിൽ നിനക്ക് ജോലി ഉറപ്പല്ലേ? ജോലിയില്ലാതെ നീ അവിടെ നിൽക്കാൻ നിന്റെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ. അത് പ്രശ്നമാകില്ലേ? അശ്വതി ചോദിച്ചു. ഞാനത് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. ആദിയേട്ടനോട് സംസാരിച്ച് കമ്പനിയിൽ എനിക്ക് ജോലി ശരിയാക്കി തരാമെന്ന് ഉറപ്പു പറഞ്ഞു. ആ ധൈര്യത്തിലാ ഞാൻ. എൻ്റെ പേടി അതൊന്നുമല്ല. ഇത്രയും റിസ്ക് എടുത്ത് മറ്റെല്ലാം മാറ്റിവെച്ച് പ്രതീക്ഷയോടെ നീ നിൻ്റെ ആദിയേട്ടന് വേണ്ടി അത്രയും ദൂരത്തേക്കൊക്കെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരന് വേറെ പ്രേമം ഉണ്ടെങ്കിലോ? അശ്വതി സംശയത്തോടെ ചോദിച്ചു. എൻ്റെ പൊന്നച്ചു, നീ കരുനാക്കെടുത്ത് വളച്ച് വേണ്ടാത്തതൊന്നും പറയാൻ നിൽക്കണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്കത് ഉറപ്പാ. അല്ല, അങ്ങനെ സംഭവിച്ചാലും നീ അത് കാര്യമാക്കാൻ നിൽക്കണ്ട. അടുത്ത വണ്ടി കയറി നാട്ടിൽ വരണം. നിന്റെ പഠിപ്പിന് നമ്മുടെ നാട്ടിൽ നല്ല ജോലി കിട്ടും. പിന്നെ ചെക്കന്മാരുടെ കാര്യം പറയണോ? കോളേജിൽ എത്രയോ ആമ്പിള്ളേര് നിന്റെ പിന്നാലെ നടന്നതാ. അന്നൊക്കെ ആദിയേട്ടനെയും സ്വപ്നം കണ്ട് നടന്ന നീ അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. കുട്ടിക്കാലത്ത് ഇതിനും വേണ്ടി എന്ത് കൂടുവത്ര ഈ ആദിയേട്ടൻ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നീ അങ്ങേർക്ക് വേണ്ടി മരിക്കാൻ നടക്കുവല്ലേ? അശ്വതി പറയുന്നത് കേട്ട് ദേവിക ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തു. പണ്ട് നാട്ടിൽ അത്യാവശ്യം സമ്പന്നനായിരുന്നു ദേവികയുടെ അച്ഛൻ്റെ അച്ഛൻ ബാലശേഖരൻ. കുടുംബപരമായി ഒരുപാട് സമ്പത്തും സ്വത്തുവകകളും ഉള്ളവരായിരുന്നു അവർ. എന്നാൽ ബാലശേഖരൻ നല്ല മദ്യപാനിയും ചൂതുകളിയിൽ തൽപരനുമായിരുന്നതുകൊണ്ട് അധികം വൈകാതെ എല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യതയിലേക്ക് പോയി. ദേവിക ഇപ്പോൾ താമസിക്കുന്ന തറവാട് വീട് മാത്രം മിച്ചം വന്ന് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം കൈവിട്ടു പോയതിൻ്റെ വേദനയിലും കുറ്റബോധത്തിലും ബാലശേഖരൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം മരിക്കുമ്പോൾ ദേവികയുടെ അച്ഛന് 7 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതം വഴിമുട്ടിയപ്പോൾ മറ്റ് വഴികളില്ലാതെ തറവാട് വീട് പൂട്ടിയിട്ട് മുത്തശ്ശി ദേവികയുടെ അച്ഛനെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് പോയി. ഒരു സുഹൃത്ത് വഴി അവിടെ ജോലി ശരിയായി അവർ സമാധാനത്തോടെ അവിടെ ജീവിച്ചു വന്നു. അങ്ങനെ ഇരിക്കെയാണ് മുത്തശ്ശി ജോലി ചെയ്തു വന്ന കമ്പനിയുടെ മുതലാളിക്ക് മുത്തശ്ശിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നത്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഹൈദരാബാദുകാരിയായ ഒരു സ്ത്രീയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ശേഷം ഭാര്യാപിതാവിൻ്റെ സഹായത്തോടെ ഒരു കമ്പനി തുടങ്ങി അവിടെ സെറ്റിലായതാണ്. അപ്രതീക്ഷിതമായി അസുഖം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരണപ്പെട്ടു. അതിൽ 10 വയസ്സുള്ള മകനുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചെറുപ്പമായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു തുണ വേണമെന്ന് തോന്നിയതുകൊണ്ട് മുത്തശ്ശി വിവാഹത്തിന് സമ്മതം അറിയിച്ചു. അവർ വിവാഹിതരായി.
ദേവികയുടെ അച്ഛനും മുത്തശ്ശിക്കൊപ്പം മുത്തശ്ശിയുടെ രണ്ടാം ഭർത്താവിൻ്റെ വീട്ടിൽ താമസമായി. അവിടെ നിൽക്കുന്നതിനോട് ദേവികയുടെ അച്ഛന് തീരെ താല്പര്യമില്ലായിരുന്നു. നാട്ടുപ്രദേശത്തെ പച്ചപ്പും മനോഹാരിതയുമൊക്കെ ആസ്വദിച്ച് ജീവിക്കുന്നതിനോടായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. കൂടാതെ രണ്ടാനച്ഛൻ്റെ മൂത്ത പുത്രനുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലായിരുന്നില്ല ദേവികയുടെ അച്ഛൻ. തമ്മിൽ കണ്ടാൽ അപ്പോൾ അടിയാണ്, ഏതോ മുൻജന്മ ശത്രുക്കളെപ്പോലെ. അങ്ങനെ മുത്തശ്ശിക്ക് വിവാഹശേഷം രണ്ടാമതായി ഒരു പെൺകുട്ടി ജനിച്ചു. ദേവികയുടെ അച്ഛൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കിയ ശേഷം രണ്ടാനച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം വാങ്ങി നാട്ടിൽ വന്ന് തറവാട്ട് വീട്ടിൽ താമസം തുടങ്ങി. നാട്ടിലൊരു ജോലി വാങ്ങി. എല്ലാവരും കൂടി നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയുമായി വിവാഹവും നടത്തിക്കൊടുത്തു. ശേഷം ദേവിക ജനിച്ചു. രണ്ടാനച്ഛൻ്റെ മൂത്ത മകൻ ദേവികയുടെ അച്ഛനേക്കാൾ മുന്നേ വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആദിത്യനും അരുണിമയും. മുത്തശ്ശിയുടെ രണ്ടാമത്തെ മകളും വിവാഹിതയായി, അതിലും 2 മക്കളുണ്ട്. കുടുംബത്തിലെ ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുകയും കുടുംബവുമായി നല്ല ഒത്തൊരുമയും സ്നേഹവും ഒക്കെ ആണെങ്കിലും ദേവികയുടെ അച്ഛന് നാട് വിട്ട് എങ്ങോട്ടും പോകുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ടുകൂടിയാണ് ദേവിക ഹൈദരാബാദ് പോകുന്നതിനെ അദ്ദേഹം തുടക്കത്തിൽ എതിർത്തത്. അങ്ങനെ ദേവികയും അശ്വതിയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും തിരികെ യാത്ര തിരിച്ചു. അവർ അശ്വതിയുടെ വീടിന് മുന്നിലെത്തി. അശ്വതി സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോളെ, നീ നാളെ പോകുമല്ലേ? നീ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ. എന്താവശ്യം വന്നാലും ചെറിയ സങ്കടം തോന്നിയാൽ പോലും എന്നെ വിളിക്കണം, ഞാനുണ്ടാകും നിനക്ക് സപ്പോർട്ടായിട്ട്. എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അല്ലെങ്കിൽ നിന്നെ യാത്രയാക്കാൻ ഞാനും വന്നേനെ, അശ്വതി പറഞ്ഞു. ഹേയ്, അതൊന്നും സാരമില്ല, നീ എക്സാം നല്ലോണം എഴുതണം, പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേടി. ഓക്കെ, അത് ഞാൻ ഏറ്റു. എന്നാൽ ശരി, ഞാൻ പോവാ, ടാറ്റ എന്ന് പറഞ്ഞ് ദേവിക സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. പെട്ടെന്ന് അശ്വതി പിന്നിൽ നിന്ന് വിളിച്ച് ദേവിക സ്കൂട്ടർ നിർത്തി തിരിഞ്ഞു നോക്കി. എന്താടി? അശ്വതി മെല്ലെ ദേവികയുടെ അടുത്തേക്ക് നടന്നു വന്നു. അത് അല്ലടി, ഞാൻ നിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചോദിക്കുവാന്ന് വിചാരിക്കല്ലേ. കുറേ നാളായിട്ടുള്ള സംശയമാണ്. നിനക്ക് വിഷമമായാലോ എന്ന് വെച്ച് ഇതുവരെ ചോദിക്കാഞ്ഞതാ. ഇന്നിപ്പോൾ ചോദിക്കണമെന്ന് പെട്ടെന്നൊരു തോന്നൽ. നീ വെറുതെ വലിച്ചു നീട്ടി ആളെ ടെൻഷനാക്കാതെ ചോദിക്കടി, ദേവിക പറഞ്ഞു. അത് ഈ ആദ്യേട്ടൻ നിൻ്റെ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും പറഞ്ഞു വന്നാൽ നിൻ്റെ ബ്രദർ സ്ഥാനത്തല്ലേ വരുന്നത്. ആ ചേട്ടൻ നിന്നെ അങ്ങനെയാ കരുതിയിരിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷനിലായി എന്നിരിക്കട്ടെ, ഈ ഒരു റീസൺ കുത്തിപ്പൊക്കി കാണിച്ച് നിങ്ങൾ വിവാഹം കഴിക്കുന്നതിനെ ആരെങ്കിലും എതിർത്താലോ? അശ്വതി ചോദിച്ചു. ഹാ, നീ ഈ പറഞ്ഞത് ഞാനും പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു മാർഗം കണ്ടെത്താൻ പറ്റാതെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ മനുഷ്യനെ മറക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാടി, ആദ്യേട്ടനെ അത്രമാത്രം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ആ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നെ ഒരു സമാധാനമുള്ളത്, ആദ്യേട്ടന് എൻ്റെ ഫാമിലിയായിട്ട് രക്തബന്ധമില്ലെന്നുള്ളതാ. ഹാ, എന്തായാലും ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് അശ്വതിയോട് വീണ്ടും യാത്ര പറഞ്ഞ് ദേവിക സ്കൂട്ടറിൽ വീട്ടിലെത്തി. ദേവികയുടെ അച്ഛൻ അപ്പോൾ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്താ ദേവി ഇത്രയും വൈകിയത്? രാവിലെ പോയതല്ലേ നീ? വൈകുമെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ കുട്ടി? ദേവിക ഉമ്മറത്തേക്ക് കയറിയതും അച്ഛൻ ചോദിച്ചു. അശ്വതിയോട് സംസാരിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല അച്ഛാ. എനിക്കിനി അവളെ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് സമയം അവൾക്കൊപ്പം നിന്നു. അതാ വൈകിയത്. ആ ശരി ശരി, പോയി ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. നാളെ രാവിലെ ഇറങ്ങണ്ടേ? തൽക്കാല സമയത്ത് എടുക്കാൻ നിന്നാൽ എന്തെങ്കിലുമൊക്കെ മറക്കും. ഞാൻ 3 ദിവസത്തേക്കേ ലീവ് എടുത്തുള്ളൂ. നിന്നെ അവിടെ ആക്കിയിട്ട് അടുത്ത ട്രെയിനിന് എനിക്ക് നാട്ടിൽ വരണം, അച്ഛൻ പറഞ്ഞു. ദേവിക എല്ലാം തലകുലുക്കി കേട്ട ശേഷം അകത്തേക്ക് കയറിപ്പോയി. അന്ന് രാത്രി മുഴുവൻ പോകാനുള്ള സാധനങ്ങളും മറ്റും എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു ദേവികയും അവളുടെ അമ്മയും. മറുവശത്ത് രണ്ടാനച്ഛൻ്റെ കമ്പനി വളർന്ന് ഹൈദരാബാദിലെ പേരുകേട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായി ഉയർന്നിരുന്നു. ഒരു സമയത്ത് രണ്ടാനച്ഛൻ്റെയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ്റെയും മേൽനോട്ടത്തിൽ മുന്നോട്ട് കുതിച്ച കമ്പനിയുടെ അധികാരം മുഴുവൻ ഇപ്പോൾ ചെറുമകനായ ആദിത്യൻ്റെ കൈകളിലാണ്. ഒരു കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായ തിരക്കും ടെൻഷനും ആദിത്യനുണ്ട്. പുറമേ കാണുമ്പോൾ ഒരു ദേഷ്യക്കാരനാണെന്ന് തോന്നുമെങ്കിലും ആളൊരു പാവമാണ്.
അങ്ങനെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു ആദ്യത്തിനിന്ന്. അവൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് വൈകിയിരുന്നു. വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് കരുതി ഫ്രണ്ട് ഡോർ തുറന്ന് അകത്ത് കയറിയ ആദിത്യൻ കണ്ടത് അവനെയും കാത്ത് ഹാളിൽ സോഫയിൽ ഉറങ്ങാതെ കാത്തിരിക്കുന്ന മുത്തശ്ശിയെയാണ്. ആഹാ, മുത്തശ്ശി ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ആദിത്യൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു. നീ ഇന്ന് ഒരുപാട് വൈകിയല്ലോ, മുത്തശ്ശി ചോദിച്ചു. പുതുതായി കുറച്ച് പ്രോജക്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർക്കൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു ഇന്ന്. അല്ല, മുത്തശ്ശിക്ക് ഇതെന്തു പറ്റി? പതിവില്ലാതെ എന്നെ കാത്തിരിക്കുന്നു, വൈകിയതിൻ്റെ വിവരം തിരക്കുന്നു, എന്തോ കാര്യമുണ്ടല്ലോ. അതല്ലെങ്കിലും അങ്ങനെ വരും. പതിവിലും താമസിക്കുന്നല്ലോ നീ വരാൻ എന്ന് കണ്ടപ്പോൾ വിഷമിച്ച് ഉറക്കം കളഞ്ഞ് ഞാൻ ഇവിടെ നിന്നെയും കാത്തിരുന്നപ്പോൾ നീ എന്നോട് ഇങ്ങനെ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശി പരിഭവിച്ചു. അയ്യോ, പിണങ്ങല്ലേ മുത്തശ്ശി, ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചതല്ലേ. അത് പോട്ടെ, മുത്തശ്ശി ഫുഡ് കഴിച്ചായിരുന്നോ? ആദിത്യൻ ചോദിച്ചു. കഴിച്ചു. നീ കഴിച്ചോ? ഞാൻ ഓഫീസിൽ വെച്ച് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു. മുത്തശ്ശി ഇനിയും ഇങ്ങനെ ഉറക്കം കളഞ്ഞിരിക്കണ്ട, പോയി കിടന്നോ എന്ന് പറഞ്ഞ് ആദിത്യൻ അവൻ്റെ റൂമിലേക്ക് നടന്നു. മോനെ ആദി, മുത്തശ്ശി പിന്നിൽ നിന്ന് വിളിച്ചു. അവൻ വിളി കേട്ട് തിരികെ നടന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. എന്താ മുത്തശ്ശി? മോനെ, നാളെ ദേവിമോൾ നാട്ടിൽ നിന്ന് പുറപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അവൾക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി കൊടുക്കുന്ന കാര്യം? അവൾ നമ്മൾക്കൊപ്പം ഇനി മുതൽ ഇവിടെ ആയിരിക്കും താമസിക്കുക, മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം അല്ലേ? അവൾ വരുന്നതിനോ ഇവിടെ താമസിക്കുന്നതിനോ എനിക്കൊരു എതിർപ്പുമില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ നിന്നോട്ടെ. പക്ഷേ ജോലിക്കാര്യം നടക്കില്ല. 6 മാസം മുമ്പ് ഇൻ്റർവ്യൂ നടത്തി സ്റ്റാഫുകളെ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ അവിടേക്ക് പുതിയ സ്റ്റാഫുകളെ ഒന്നും ആവശ്യമില്ല. എടാ മോനെ, അതിനവളുടെ എക്സാം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. നിനക്കറിയാമോ, അവൾ പഠിച്ച കോളേജിൽ ടോപ്പായിരുന്നു അവൾ. ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വേറെ ജോലി അവസരം കിട്ടിയിട്ടും അതിന് പോകാതെ എൻ്റെ ആഗ്രഹപ്രകാരം നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുമോ അവൾ. നീ അവളെ നിരാശപ്പെടുത്തരുത്, മുത്തശ്ശി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കമ്പനിയിലേക്ക് ഒരു പുതിയ സ്റ്റാഫിനെ എടുക്കാൻ നിർവാഹമില്ല. അതെൻ്റെ തീരുമാനമാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിനു മുകളിൽ ഇനിയൊരു ചർച്ചയും വേണ്ട. മുത്തശ്ശി പോയി കിടക്കാൻ നോക്ക് എന്ന് അല്പം ഗൗരവത്തോടെ ആദിത്യൻ മുത്തശ്ശിയോട് പറഞ്ഞ ശേഷം അവൻ്റെ മുറിയിലേക്ക് പോയി. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നിന്നെക്കൊണ്ട് ഞാൻ ആ തീരുമാനം മാറ്റും മോനെ. സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ നിനക്ക് ജാട അല്ലേ? ഈ വീട്ടിലെ എൻ്റെ പവർ എന്താന്ന് നാളെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ആദിത്യൻ്റെ പെരുമാറ്റത്തിൽ വാശി കയറിയ മുത്തശ്ശി മനസ്സിൽ മുറുമുറുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ആദിത്യൻ ഓഫീസിൽ പോകാൻ റെഡിയായി പുറത്തേക്കിറങ്ങാൻ തുടങ്ങി. ആദി, നീ അവിടെ ഒന്ന് നിന്നേ. മുത്തശ്ശിയുടെ 2ാം ഭർത്താവ് ആദിത്യൻ്റെ മുത്തശ്ശനാണ് അവനെ പിന്നിൽ നിന്ന് വിളിച്ചത്. ആദിത്യന് മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്നേഹവും ബഹുമാനവുമാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും അവൻ വളരെ ഇഷ്ടപ്പെടുന്നത് മുത്തശ്ശനെ ആയതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞാലും അവൻ അതുപോലെ അനുസരിക്കും. മുത്തശ്ശൻ വിളിക്കുന്നത് കേട്ട് ആദിത്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വളരെ ബഹുമാനത്തോടെ നടന്നു ചെന്നു. നിനക്ക് ഈയിടെയായി മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ. ആരാ അങ്ങനെ ഒരു പരാതി പറഞ്ഞത്? ആദിത്യൻ ചോദിച്ചു. അപ്പോൾ മുത്തശ്ശൻ്റെ പിറകിൽ മറഞ്ഞു നിന്ന മുത്തശ്ശി പതിയെ മുന്നിലേക്ക് നീങ്ങി നിന്നു. മുത്തശ്ശിയെ കണ്ടപ്പോൾ പരാതിക്കാരിയെയും പരാതി പറയാനുള്ള കാരണവും ആദിത്യന് മനസ്സിലായി. മുത്തശ്ശി, ആദിത്യൻ നീട്ടി വിളിച്ചു. ഇനി വേറൊന്നും നോക്കാൻ നിൽക്കണ്ട. ദേവി വരുമ്പോൾ നമ്മുടെ കമ്പനിയിൽ അവൾക്കൊരു നല്ല പോസ്റ്റിംഗ് അങ്ങ് കൊടുത്തേക്ക്, മുത്തശ്ശൻ പറഞ്ഞു. അത് മുത്തശ്ശ. ആദിത്യൻ അതിനെ എതിർക്കാൻ തുടങ്ങിയതും മുത്തശ്ശൻ തടഞ്ഞു. നീ ഇനിയൊന്നും പറയണ്ട. ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കണമെന്ന് നിന്റെ മുത്തശ്ശിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ദേവിയുടെ അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ. അവൾക്ക് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്തതിൻ്റെ പേരില ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കാൻ അവൻ സമ്മതിച്ചത്. അതല്ല ഇവിടുത്തെ സ്ഥിതിയെന്ന് അറിഞ്ഞാൽ അടുത്ത നിമിഷം ആ കുട്ടിയെ ഇവിടുന്ന് അവൻ കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി, മുത്തശ്ശൻ പറഞ്ഞു. ശരി മുത്തശ്ശ, അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ആദിത്യൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. മുത്തശ്ശി വിജയിച്ച ഭാവത്തിൽ അവനെ നോക്കി ചിരിച്ചു. മറുവശത്ത് ദേവികയും അവളുടെ അച്ഛനും അമ്മയും രാവിലത്തെ ട്രെയിനിന് തന്നെ നാട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചിരുന്നു. യാത്രയിലുടനീളം അച്ഛൻ ദേവികയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ടേയിരുന്നു.
അവിടെ ഉള്ളത് ബന്ധുക്കളാണെന്ന് കരുതി ആരെയും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കരുത്. സ്വന്തം കാര്യം തനിച്ച് ചെയ്യാൻ പഠിക്കണം. എപ്പോഴും സഹായം ചോദിച്ച് ആരെയും ശല്യപ്പെടുത്തരുത് എന്നൊക്കെയുള്ള കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ദേവിക അതെല്ലാം തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു. ദേവികയാണെങ്കിൽ ഒരുപാട് നാൾക്ക് ശേഷം ആദിത്യനെ നേരിട്ട് കാണുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവൾ കണ്ട സ്വപ്നങ്ങൾ, അവളുടെ പ്രണയം എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവൾ ഒന്നുകൂടി മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ ദേവികയും കുടുംബവും ഹൈദരാബാദിലെ അവരുടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തി. അവരെ കണ്ടപാടെ എല്ലാവരും കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുകയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി സൽക്കരിക്കുകയും ചെയ്തു. ദേവികയുടെ കണ്ണുകൾ അവൾ വന്ന ശേഷം അപ്പോൾ മുതൽ ആദിത്യനെ തേടിക്കൊണ്ടേയിരുന്നു. അവൻ ഓഫീസിലായിരുന്നു ആ സമയത്ത്. അന്ന് രാത്രിയുള്ള ട്രെയിനിന് തന്നെ തിരികെ പോകണമെന്ന് നിശ്ചയിച്ചു വന്ന ദേവികയുടെ അച്ഛൻ പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ദേവികയുടെ അമ്മയും കൂട്ടി അച്ഛൻ അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴും ആദിത്യൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നിട്ടും ദേവിക ആദിത്യൻ വരുന്നതും കാത്ത് അവനെ ഒരു നോക്കു കാണാനായി മുത്തശ്ശിയോടൊപ്പം ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആദിത്യൻ വീട്ടിലേക്ക് കയറി വന്നു. അവനെ കണ്ടതും ദേവിക വളരെ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഹായ് ആദിയേട്ടാ എന്ന് പറഞ്ഞു. അവൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഒരു പേരിന് തിരിച്ചൊരു ഹായ് പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ്റെ ആ പെരുമാറ്റം എന്തൊക്കെയോ പ്രതീക്ഷിച്ചു നിന്ന ദേവികയ്ക്ക് വളരെ സങ്കടമായി. വിഷമത്തിൽ വാടിയ മുഖവുമായി അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു. മോൾ വിഷമിക്കണ്ട, അവൻ ഇപ്പോൾ പഴയതുപോലെയല്ല. കുറച്ചു നാളുകളായി ഇതാ സ്വഭാവം. എപ്പോഴും ദേഷ്യം, മൂടിക്കെട്ടിയ മുഖം, അധികം ആരോടും മിണ്ടത്തുമില്ല. മുത്തശ്ശി അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ആദിയേട്ടൻ. എന്നെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് ദേവിയെന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അതല്ലേ മുത്തശ്ശി മോളോട് പറഞ്ഞത്. ഈ അടുത്ത കാലത്തായിട്ട് അവൻ ഇങ്ങനെയാ, ആരോടും മിണ്ടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളോട്, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ശരി മുത്തശ്ശി, ഞാൻ പോയി കിടക്കട്ടെ, നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് നിരാശയോടെ ദേവിക അവൾക്ക് നൽകിയ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് നേരം പുലർന്നു. ദേവിക രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്കിറങ്ങി വന്നു. മുത്തശ്ശി അവൾക്ക് ആഹാരം എടുത്തു കൊടുത്തു. അപ്പോൾ ആദിത്യനും ഓഫീസിൽ പോകാൻ റെഡിയായി താഴേക്കിറങ്ങി വന്നു. മുത്തശ്ശി, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, ടൈമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. നീ അവിടെ ഒന്ന് നിന്നേ, മുത്തശ്ശി ആദിത്യനെ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ മുത്തശ്ശി, വേഗം പറയ്, എനിക്ക് അത്യാവശ്യമായി ഓഫീസിലെത്തണം. ഹാ, അതെന്ത് പോക്കാ, നീ ദേവിമോളെ കണ്ടില്ലേ? അവളെ നീ ഒന്നും മൈൻഡ് ചെയ്തില്ലല്ലോ. അതുപോട്ടെ, അവൾ ഇവിടെ വന്നത് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യാനാ. എന്നിട്ട് നീ അതിനെപ്പറ്റി ഒന്നും പറയാതെ അങ്ങ് പോയാലോ? മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശി, എനിക്കൊന്നാമത് ടൈമില്ല, പിന്നെ ജോലിക്കാര്യം, ദേവിയോട് ഓഫീസിലേക്ക് വരാൻ പറ എന്ന് പറഞ്ഞ് ആദിത്യൻ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പറ്റില്ല, നമ്മുടെ വീട്ടിലെ കുട്ടി ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ, അതും നമ്മുടെ കമ്പനിയിൽ, വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ കൊണ്ടുപോകണം. ഇന്ന് നീ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും വേണം, ഓഫീസിലെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും വേണം, തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും വേണം. ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെ വേണം. നിന്റെ ഉത്തരവാദിത്തമാണത്, മുത്തശ്ശി ആദിത്യനെ തടഞ്ഞു നിർത്തി പറഞ്ഞു. ഇതെന്ത് കഷ്ടമാ, എനിക്ക് പറ്റില്ല. ഇപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വർക്ക് ലോഡും അതിൻ്റെ ടെൻഷനും ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാൻ അവളുടെ കാര്യം കൂടി നോക്കണമെന്ന് പറഞ്ഞാൽ മുത്തശ്ശി വിട്ടേ, എനിക്ക് പോകണം. ആദിത്യൻ വാശി പിടിച്ചു. നീ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നോ അതോ ഞാൻ മുത്തശ്ശനോട് പറയണോ? മുത്തശ്ശി ആദിത്യനെ ഭീഷണിപ്പെടുത്തി. അയ്യോ എൻ്റെ പൊന്നെ, വേണ്ട, അവളോട് വേഗം റെഡിയായിട്ട് വരാൻ പറ, ഞാൻ വെയിറ്റ് ചെയ്യാം. എൻ്റെ മോൻ ആ സമയം കൊണ്ട് ആഹാരം കഴിക്ക്, അപ്പോഴേക്കും മോള് റെഡിയായി വരും. മുത്തശ്ശി അവനെ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിൽ മുന്നിൽ പിടിച്ചിരുത്തി ആഹാരം വിളമ്പിക്കൊടുത്തു. ശേഷം ദേവിയോട് റെഡിയായി വരാൻ ആവശ്യപ്പെട്ടു. ആദിത്യൻ ആഹാരം കഴിക്കാൻ എടുത്ത സമയം കൊണ്ട് ദേവിക റെഡിയായി വന്നു. അവർ ഒരുമിച്ച് അവിടെ നിന്നും ഓഫീസിലേക്ക് ആദിത്യൻ്റെ കാറിൽ പുറപ്പെട്ടു. യാത്രയിലുടനീളം ദേവിക ഇടയ്ക്കിടയ്ക്ക് ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൻ അവളോട് എന്തെങ്കിലും ചോദിച്ച് മിണ്ടാൻ വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് മുഖവും വീർപ്പിച്ചിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും അവൻ മിണ്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ദേവിക അങ്ങോട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. ആദിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ?
ഞാൻ കൂടെ വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? ദേവിക ചോദിച്ചു. അതെ, തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഇറങ്ങിയിട്ട് വേറെ വണ്ടി വിളിച്ചു വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കാറ് നിർത്തിത്തരാം. ആദിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്നോട് എന്ത് സ്നേഹത്തോടെയാ അന്നൊക്കെ പെരുമാറിയിട്ടുള്ളത്, ദേവിക സങ്കടത്തോടെ പറഞ്ഞു. അതെ, എല്ലാ സമയത്തും ഒരാൾ ഒരുപോലെ പെരുമാറണം എന്നൊന്നുമില്ല. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് മനുഷ്യനും മാറും. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാ. എൻ്റെ അടുത്ത് നിന്ന് ആ പഴയ സ്നേഹമോ ഇളവോ ഒന്നും ഇനി നീ പ്രതീക്ഷിക്കണ്ട. പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളിൽ. ഏൽപ്പിക്കുന്ന വർക്കിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അനുജത്തിയാണെന്നുള്ള പരിഗണന നിനക്ക് കിട്ടില്ല, ആദിത്യൻ തീർത്തു പറഞ്ഞു. അതിന് ആദിയേട്ടൻ്റെ അനുജത്തിയാണെന്നുള്ള പട്ടം എനിക്ക് വേണ്ട. ആദിയേട്ടന് അനുജത്തിമാരായിട്ട് അരുണിമ ചേച്ചിയും ചിറ്റയുടെ 2 മക്കളും ഉണ്ടല്ലോ. എന്നെ ആദിയേട്ടൻ ഒരിക്കലും ഒരു അനുജത്തിയായിട്ട് കാണരുത്. കാരണം ഞാൻ ആദിയേട്ടനെ എൻ്റെ സഹോദരനായിട്ടല്ല കണ്ടിട്ടുള്ളത്. ദേവിക പറയുന്നത് കേട്ട് സംശയത്തോടെ ആദിത്യൻ അവളെ നോക്കി. ദേവിക അപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയോടെ നോക്കി. അതൊക്കെ വിട്. നിന്നെ ഞാൻ ഓഫീസിൽ ശബരിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ നമ്മുടെ കമ്പനിയിലെ ചീഫ് എഞ്ചിനീയറാണ്. നീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അവൻ്റെ കൂടെ വർക്ക് ചെയ്താൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. നിനക്ക് കുറേ കാര്യങ്ങളും പഠിക്കാം. എന്ത് സംശയം അവനോട് ചോദിക്കാം. ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാ. ആദിത്യൻ അവൾക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുത്തു. അവർ അങ്ങനെ ഓഫീസിൽ എത്തിച്ചേർന്നു. ആദിത്യൻ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ദേവിക അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം ശബരിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. വാടോ, ഇരിക്ക്. ദേവിക എന്നല്ലേ പേര്? ആദി പറഞ്ഞിരുന്നു. ദേവികയെ കണ്ടയുടൻ ശബരി അവളെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ശബരി വളരെ ശാന്ത സ്വഭാവക്കാരനും എല്ലാവരുമായും പെട്ടെന്ന് കൂട്ടാകുന്ന ഒരു പ്രകൃതക്കാരനുമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തെ സംസാരത്തിനും ഇടപെടലുകൾക്കും ശേഷം ദേവികയും ശബരിയും നല്ല സുഹൃത്തുക്കളായി. ഒരു സുപ്പീരിയർ അസിസ്റ്റന്റ് ബന്ധമല്ലാതെ അവർ സൗഹൃദപരമായി ഓഫീസ് വർക്കുകൾ കൈകാര്യം ചെയ്തു. ശബരിയുടെ ഇടപെടലുകൾ ദേവികയ്ക്ക് ആദ്യമായി ജോലി ചെയ്യുന്നതിൻ്റെ ടെൻഷനും പേടിയും ഇല്ലാതാക്കാൻ സഹായിച്ചു. വളരെ പെട്ടെന്ന് തന്നെ പുതിയ വീടും ജോലിയും ചുറ്റുപാടുകളുമായി ദേവിക പൊരുത്തപ്പെട്ടു. എല്ലാത്തിനുമുപരി ആദിത്യൻ്റെ സാന്നിധ്യം, അവനെ എന്നും കാണാനും സംസാരിക്കാനും കഴിയുന്നതിലുള്ള സന്തോഷം, അതവൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇതുവരെ അവൾ മനസ്സിൽ കണ്ടതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് അവളുടെ മനസ്സിലെ ആദിത്യനോടുള്ള ഇഷ്ടം തുറന്നു പറയുക എന്നതാണ്. അതിന് പറ്റിയ ഒരവസരത്തിന് വേണ്ടി ദേവിക കാത്തിരുന്നു. എന്നാൽ കുറച്ചു ദിവസത്തെ പരിചയം കൊണ്ട് തന്നെ ദേവികയ്ക്ക് ആദിത്യനോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് ശബരിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. അവൻ രഹസ്യമായി വീക്ഷിച്ചപ്പോഴൊക്കെ ദേവിക ആദിത്യനെ നോക്കുന്ന രീതി, അവനെപ്പറ്റി പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം എല്ലാം ശ്രദ്ധിച്ചു. ഈ സംശയം അവളോട് നേരിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാമെന്ന് ശബരി തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അവരുടെ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിൽ പോയ ശേഷം തിരികെ വരുന്നതിനിടയിൽ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ശബരി ദേവികയെ നിർബന്ധിച്ചു. ദേവിക ഓക്കെ പറഞ്ഞപ്പോൾ അവർ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി ഓർഡർ ചെയ്ത് കുടിക്കാൻ തുടങ്ങി. ദേവിക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ വേറൊന്നും വിചാരിക്കരുത്. കുറച്ച് ദിവസമായി എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യം ചോദിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാ. കോഫി കുടിക്കുന്നതിനിടയിൽ ശബരി ചോദിച്ചു. അതിനെന്താ, ചേട്ടൻ ചോദിക്ക്. ആദിയോട് തനിക്കുള്ള ഫീലിങ്സ് എന്താണെന്ന് ഒന്ന് പറയാമോ? അവനോട് ഒരിക്കലും ഒരു സഹോദരനോടുള്ള സ്നേഹമല്ല ദേവികയ്ക്കുള്ളത്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായി ശബരിയുടെ ആ ചോദ്യം കേട്ട് ദേവിക ഒന്ന് പതറി. അവൾ അല്പസമയം മിണ്ടാതെയിരുന്നു. എടോ, താൻ ടെൻഷനാവണ്ട. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേക്ക്. ഹേയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഞാൻ പതറിപ്പോയി. അതുകൊണ്ടാണ് മിണ്ടാതെ ഇരുന്നേ. ശബരി ചേട്ടൻ്റെ സംശയം ശരിയാ. ഞാൻ ആദിയേട്ടനെ ഒരു സഹോദരനായിട്ടല്ല കാണുന്നത്. ഞാൻ ആദിയേട്ടനെ പ്രണയിക്കുന്നുണ്ട്. ഞാൻ ഹൈദരാബാദിലേക്ക് വന്നതും ആ ഓഫീസിൽ ജോയിൻ ചെയ്തതും എല്ലാം എൻ്റെ ആദിയേട്ടന് വേണ്ടിയാ, ദേവിക പറഞ്ഞു നിർത്തി. ആർ യു സീരിയസ്?
എടോ, താനിതെങ്ങനെ? തൻ്റെ ഫാമിലി അംഗീകരിക്കുമോ? അല്ല, ഇതറിയുമ്പോൾ അവൻ്റെ പ്രതികരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ താൻ? ശബരി ടെൻഷനോടെ ചോദിച്ചു. എനിക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളും എതിർപ്പും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും എനിക്ക് ആദിയേട്ടനോടുള്ള ഇഷ്ടം ഇല്ലാതാക്കുന്നില്ല. ഒരുപാട് സ്നേഹിച്ചു പോയി. തുടക്കത്തിൽ എന്നെ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് രക്ഷിച്ച ആളോടുള്ള ആരാധന മാത്രമായിരുന്നു. പിന്നീട് പതിയെ അത് പ്രണയമായി മാറി. കഴിഞ്ഞുപോയ 6 വർഷം ഞാൻ മറ്റൊരു പുരുഷനെ പറ്റിയും ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഊണിലും ഉറക്കത്തിലും എന്നും ഞാൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ച വ്യക്തി അത് ആദിയേട്ടനാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ആദി പറഞ്ഞ് എനിക്കറിയാം. ആദിയും ദേവികയും തമ്മിൽ ബ്ലഡ് റിലേഷൻ ഇല്ലല്ലോ. നിങ്ങളുടെ ഫാമിലിയും 2 നാട്ടിലാണ്. എന്നിട്ടും ഇത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തായിരുന്നു ആദിക്ക് തൻ്റെ ലൈഫിലെ റോൾ? ശബരി ചോദിച്ചു. ദേവിക പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തുകൊണ്ട് പറയാൻ തുടങ്ങി. അച്ഛന് എന്നും നാട്ടിൽ താമസിക്കുന്നതിനോടാണ് താല്പര്യം. നാട് വിട്ട് എങ്ങോട്ടും പോകുന്നത് അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛനെയും എന്നെയും കാണാൻ മുത്തശ്ശി വെക്കേഷൻ ടൈമിൽ തറവാട്ടിൽ വരും. കൂടെ ആദിയേട്ടനും അരുണിമ ചേച്ചിയും കാണും. ഞാൻ ഒറ്റ മകളായതുകൊണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ കൂടെ കളിക്കാൻ ആരുമില്ലാത്ത സങ്കടം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആദിയേട്ടനും അരുണിമ ചേച്ചിയും വരുന്നത് അന്ന് എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. അന്നൊക്കെ ആദിയേട്ടന് എന്നോട് നല്ല സ്നേഹമാണ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ പ്രാവശ്യത്തെ വെക്കേഷന് മുത്തശ്ശി വീട്ടിൽ വന്നപ്പോൾ ഒപ്പം ആദിയേട്ടനും അരുണിമ ചേച്ചിയും കൂടാതെ ആദിയേട്ടൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അവർ വെക്കേഷൻ കഴിഞ്ഞ് പുറപ്പെടാൻ ഒരുങ്ങിയ ദിവസം ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ആദിയേട്ടൻ്റെ അമ്മയോടൊപ്പം കൂടി ഞാനും സഹായിച്ചു. എല്ലാം കഴിഞ്ഞ് ആൻറ്റി കുളിക്കാൻ കയറി. ആ സമയം ആ റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുളിക്കാൻ പോകുന്നതിന് മുമ്പായി ആൻറ്റി കയ്യിൽ കിടന്ന വള ഊരി മേശപ്പുറത്ത് വെച്ചിരുന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വള മേശപ്പുറത്തില്ല. വീട്ടിലുള്ള എല്ലാവരോടും കാര്യം പറഞ്ഞു. എല്ലാവരും എല്ലായിടത്തും നോക്കി, കണ്ടില്ല. ആ സമയത്ത് ആ റൂമിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുകൊണ്ട് സ്വാഭാവികമായും എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വള ഞാൻ കണ്ടോ, അറിയാതെ എടുത്തോ, എടുത്തിട്ടുണ്ടെങ്കിൽ തിരികെ താ, വഴക്കൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒന്നാമതേ അവർ തിരികെ പോകുന്നതിൻ്റെ വിഷമത്തിലിരുന്നതാണ് ഞാൻ. ഞാൻ വള മോഷ്ടിച്ചു എന്ന രീതിയിലുള്ള സംസാരം കൂടി കേട്ടപ്പോൾ എനിക്കതൊട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ തകർന്നു പോയി. ആ സമയത്ത് പുറത്തു പോയ ശേഷം ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് വന്ന ആദിയേട്ടൻ ബഹളം കേട്ട് മുത്തശ്ശിയോട് വിവരം തിരക്കി. മുത്തശ്ശി വിവരം പറഞ്ഞപ്പോൾ മുന്നിൽ കയറി നിന്ന് എല്ലാവരോടും കൂടി ദേവി അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല എന്ന് ആദിയേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. ശേഷം ഒന്നുകൂടി ആ മുറിയെല്ലാം പരിശോധിച്ച് മേശയുടെ അടിയിൽ നിന്ന് വള കണ്ടെത്തി. ആദിയേട്ടൻ്റെ അമ്മ എന്നോട് സോറി പറയുകയും ബാക്കി എല്ലാവരും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് ആ സംഭവം മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. എന്നെ ആദിയേട്ടൻ ഒഴിച്ച് ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ആദിയേട്ടൻ എന്നെ കൈവിട്ടില്ല. അന്ന് കയറി കൂടിയതാ ആ മനുഷ്യൻ എൻ്റെ മനസ്സിൽ. എല്ലാം കേട്ടുകഴിഞ്ഞ് ശബരി ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു. താൻ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. താൻ ആദിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ ഓരോ വാക്കിലും ആ ആത്മാർത്ഥത എനിക്ക് കാണാം. ചെറിയ പ്രായത്തിൽ തോന്നിയ വെറുമൊരു ഇൻഫാക്ച്വേഷൻ ആണെങ്കിൽ അത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താം എന്ന് കരുതിയ ഞാൻ ഇതെല്ലാം ചോദിച്ചത്. പക്ഷേ എല്ലാം കേട്ടുകഴിഞ്ഞ് ഞാനൊരു തീരുമാനം എടുത്തു. ഇതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ഞാനില്ല. മറിച്ച് എൻ്റെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ ഒരു കാര്യം കൂടി താൻ അറിയാനുണ്ട്. അത് കേട്ടിട്ട് ഇനി മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേ. അതെന്ത് കാര്യം? ദേവിക ചോദിച്ചു. താൻ ഇടയ്ക്ക് പറയാറില്ലേ ആദി പഴയതുപോലെയല്ല, ഒരുപാട് മാറിപ്പോയി, തന്നോട് മുന്നത്തെ പോലെ അടുപ്പം കാണിക്കുന്നില്ല എന്നൊക്കെ. അതിനൊരു കാരണമുണ്ട്. തന്നോട് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളോടും അവനിപ്പോൾ വെറുപ്പാണ്. അതിന് കാരണക്കാരി അവളാ, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയോ? അതാരാ? ദേവിക എടുത്തു ചോദിച്ചു. ശ്രീലക്ഷ്മി, ഞാൻ, ആദി, ഞങ്ങൾ 3 പേരും കോളേജ് ടൈമിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു.
ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ശ്രീലക്ഷ്മിയും ആദിയും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ആദിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ. അവളുടേത് ഒരു പുവർ ഫാമിലിയാണ്. അമ്മയില്ല, അച്ഛൻ ഒരു മദ്യപാനി. പഠിക്കാൻ മിടുക്കിയായിരുന്നത് കൊണ്ട് മാത്രമാണ് അവൾക്ക് എൻജിനീയറിങ്ങിന് സീറ്റ് കിട്ടി ആ കോളേജിൽ പഠിക്കാൻ വന്നത്. കോളേജ് ഫീയും മറ്റ് ചിലവും ഒക്കെ പാർട്ട് ടൈമായി എന്തെങ്കിലും ജോലി ചെയ്താണ് അവൾ കണ്ടെത്തിയിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് തുടക്കത്തിലെ ആദിക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അത് പിന്നീട് പ്രണയമായി മാറി. ആദിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കോളേജ് കഴിഞ്ഞ് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങി സക്സസ് ആകണമെന്ന്. അതിനുവേണ്ടി ഞങ്ങൾ 3 പേരും പാർട്ട്ണർമാരായി നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. അതിനുള്ള ഫണ്ടും കുറച്ചായി കൂട്ടിവെച്ചു തുടങ്ങി. ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് ഒരു ലോൺ കൂടി എടുത്ത് ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷമാണ് ആ ചതി നടന്നത്. ബിസിനസ് തുടങ്ങാൻ കരുതി വെച്ച പണവുമായി ശ്രീലക്ഷ്മി നാടുവിട്ടു. അവളെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ആദി മുഴുവൻ പണവും സൂക്ഷിക്കാൻ അവളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അവൾ അങ്ങനെയൊരു ചതി ചെയ്യുമെന്ന് അവൻ കരുതിയിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ആദി വല്ലാതെ തകർന്നുപോയി. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അവൻ. ബിസിനസ് തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആകെ പ്രശ്നമായി. ഇത് എങ്ങനെയോ ആദിയുടെ മുത്തശ്ശൻ അറിഞ്ഞു. മറ്റാരെ അറിയിക്കാതെ ലോണെല്ലാം ക്ലോസ് ചെയ്ത് ആദിക്ക് കമ്പനി ചുമതലയും കൊടുത്ത് മുത്തശ്ശൻ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തു. പക്ഷേ ആദി ആ സംഭവത്തിന് ശേഷം ഒരുപാട് മാറി. അവൻ്റെ ക്യാരക്ടർ അവൻ ആകെ മാറ്റി. എപ്പോഴും ദേഷ്യം, എടുത്തടിച്ച പോലെയുള്ള സംസാരം ഒക്കെയായി. ഇനി ഒരിക്കലും ഒരു പെണ്ണിനെയും വിശ്വസിക്കില്ല, അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിനും സ്ഥാനം കൊടുക്കില്ല എന്ന വാശിയിലാണ് അവൻ. അത്രമാത്രം അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ ഒരു വാശിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദേവികയെ അവൻ പരിഗണിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. അവനെപ്പറ്റി ആലോചിക്കുമ്പോഴെല്ലാം എനിക്ക് വിഷമമാണ്. ശബരി പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടുകഴിഞ്ഞ് ദേവികയ്ക്ക് ആദിയോടുള്ള സ്നേഹം കുറഞ്ഞില്ല, മറിച്ച് 10 മടങ്ങായി വർദ്ധിച്ചു. അവൻ്റെ പെരുമാറ്റത്തിൽ പലപ്പോഴും നിരാശപ്പെട്ട് പിന്നോട്ട് മാറി നിന്ന അവൾ അവൻ്റെ ആ പെരുമാറ്റത്തിനുള്ള കാരണം തിരിച്ചറിഞ്ഞ ശേഷം ഇനി ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ആദി അവളുടെ ഇഷ്ടം അംഗീകരിക്കുന്നത് വരെ അവൻ്റെ പിന്നാലെ തന്നെ നിലകൊള്ളും എന്ന് ഉറച്ച തീരുമാനമെടുത്തു. ശബരിച്ചേട്ടൻ വിഷമിക്കണ്ട. മറ്റൊരു പെൺകുട്ടി കാരണം ആദിയേട്ടൻ്റെ മനസ്സിലേറ്റ മുറിവുണക്കി ആദിയേട്ടൻ ഒരു താങ്ങായും തണലായും ഇനി എന്നും ഞാനുണ്ടാകും, ദേവിക പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചു കഴിഞ്ഞ് കോഫി ഷോപ്പിൽ നിന്നിറങ്ങി. അന്ന് രാത്രി ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് ദേവിക ആദിത്യനോടൊപ്പം കാറിൽ വീട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം ദേവിക കണ്ണെടുക്കാതെ ആദിത്യനെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പി. ദേവിക ഇങ്ങനെ നോക്കുന്നത് ശ്രദ്ധിച്ച ആദിത്യന് അത് അരോചകമായി തോന്നി. അവന് ദേഷ്യം വന്നു. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ മുഖത്ത് വല്ലതും ഇരിപ്പുണ്ടോ? അവൻ ചോദിച്ചു. ആദിയേട്ടനെ കാണാൻ എന്ത് ഭംഗിയാ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, കണ്ണെടുക്കാനേ തോന്നൂല. ദേവി, നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട്. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പോയാൽ നിന്നെ എൻ്റെ കാറിൽ കൊണ്ടുവരുന്ന പരിപാടി ഞാനങ്ങ് നിർത്തും, ആദിത്യൻ ഗൗരവത്തോടെ പറഞ്ഞു. ഓ, ആദിയേട്ടൻ ഇനി എന്തെല്ലാം പറഞ്ഞാലും ആട്ടി ഓടിച്ചാലും ഞാൻ എങ്ങും പോവില്ല, അത് ഉറപ്പാ, ദേവിക തീർത്ത് പറഞ്ഞു. ശല്യം എന്ന് പറഞ്ഞ് ആദിത്യൻ വേഗം കാർ ഓടിച്ചു. അവരങ്ങനെ വീട്ടിലെത്തിച്ചേർന്നു. പിറ്റേ ദിവസം മുത്തശ്ശൻ്റെ 80ാം പിറന്നാളാണ്. വൈകുന്നേരം കുറച്ച് ബന്ധുക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷന് ദേവികയുടെ അച്ഛനെയും അമ്മയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനും പങ്കെടുക്കാം, കുറച്ച് നാളുകൾക്ക് ശേഷം ദേവികയും കാണാം എന്ന് ചിന്തിച്ച് അവളുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് നേരത്തെ തിരിച്ചിരുന്നു. വീട്ടിലുള്ള മറ്റ് സ്ത്രീജനങ്ങളെല്ലാം ഫംഗ്ഷന് ധരിക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ ഷോപ്പിങ്ങിന് പോയി. കൂടെ ദേവികയെയും കൂട്ടിക്കൊണ്ടു പോയി. എല്ലാവരും അവരവർക്കുള്ള ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ദേവിക എല്ലാത്തിൻ്റെയും വില നോക്കി കൂടുതലാണെന്നറിയുമ്പോൾ വാങ്ങാൻ മടിച്ച് മാറി നിന്നു. ഇത് ശ്രദ്ധിച്ച ആദിത്യൻ്റെ അമ്മ അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ മുൻകൈയെടുത്തു. സെലക്ട് ചെയ്യുന്ന ഡ്രസ്സെല്ലാം വില കൂടുതലായതുകൊണ്ട് അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് ദേവികയുടെ ഫോണിലേക്ക് ആദിത്യൻ്റെ കോൾ വന്നത്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ദേവി, നീ എവിടെയാ? ആദിത്യൻ ചോദിച്ചു. ഞാൻ എല്ലാവർക്കും ഒപ്പം ടെക്സ്റ്റൈൽസിൽ നിൽക്കുക, ഡ്രസ്സ് എടുക്കാൻ വന്നു, ദേവിക മറുപടി പറഞ്ഞു.
ആ ഓക്കെ, ഞാൻ ഉടനെ അവിടെ എത്താം എന്ന് പറഞ്ഞ് ആദിത്യൻ കോൾ കട്ട് ചെയ്തു. ശേഷം ഒരു 10 മിനിറ്റിനുള്ളിൽ ആദിത്യൻ ടെക്സ്റ്റൈൽസിൽ എത്തിച്ചേർന്നു. അവർ നിൽക്കുന്ന സെക്ഷൻ കണ്ടുപിടിച്ച് ആദിത്യൻ അവിടെ ഓടിയെത്തി ദേവിയുടെ കയ്യിൽ പിടിച്ചു. ദേവി, നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ കിട്ടിയ വലിയ പ്രോജക്റ്റ് ഇല്ലേ, ആ ക്ലയൻറ്റിന് നിന്റെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഉടനെ കമ്പനിയിലെത്തും. ആ ഡിസൈൻ പ്രസൻറ്റേഷന് നീ അത്യാവശ്യമായി ഓഫീസിലെത്തണം. വാ, നമുക്ക് പോകാം. ആദിത്യൻ അവളെ പിടിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഡാ ആദി, ദേവിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. നീ അവളെയും കൊണ്ട് ഇതെവിടെ പോവാ? ആദിത്യൻ്റെ അമ്മ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഓ, ഡ്രസ്സ് സെലക്ട് ചെയ്തില്ലേ ഇതുവരെ എന്ന് ചോദിച്ച് ആദിത്യൻ ചുറ്റുമൊന്ന് പരതി. പെട്ടെന്ന് അവൻ്റെ കണ്ണിലുടക്കിയ അവൻ ഇഷ്ടപ്പെട്ട പർപ്പിൾ നിറത്തിലുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത ശേഷം അതെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് ദേവിക്ക് വേണ്ടി പാക്ക് ചെയ്യാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ആദിത്യൻ ദേവികയും കൊണ്ട് ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവർ ഓഫീസിലെത്തി ഡിസൈനിൻ്റെ പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എനിക്ക് നിന്റെ ക്യാരക്ടർ തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിന്നെ ഏൽപ്പിക്കുന്ന വർക്കിനോട് നിനക്കുള്ള ആത്മാർത്ഥത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച പോലെയല്ല, നിനക്ക് നല്ല കഴിവുണ്ട്. കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആദിത്യൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് ആദിത്യൻ ഒരു നല്ല വാക്ക് അവളോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവളുടെ ഡിസൈൻ സെലക്റ്റായ സന്തോഷത്തിലുപരി ഇന്ന് വൈകുന്നേരം ഫംഗ്ഷന് ധരിക്കാനുള്ള ഡ്രസ്സ് ആദിത്യൻ സെലക്ട് ചെയ്തു തന്നതാണ് എന്ന സന്തോഷത്തിലായിരുന്നു അവൾ രാവിലെ മുതലേ. അതിൻ്റെ കൂടെ ആദിത്യന് അവളോടുള്ള പെരുമാറ്റം മയപ്പെട്ടതും അവൾക്ക് ഒത്തിരി പ്രതീക്ഷ നൽകി. ഇന്ന് തന്നെ അവളുടെ മനസ്സിലെ ഇഷ്ടം ആദിത്യനോട് തുറന്നു പറയണമെന്ന് അവൾ തീരുമാനിച്ചു. അവർ അങ്ങനെ വീട്ടിലെത്തിച്ചേർന്നു. വീട്ടിൽ അപ്പോഴേക്കും ഫംഗ്ഷനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. കൂടാതെ ദേവികയുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് എത്തിയിരുന്നു. അവരെ കണ്ടപാടെ ദേവിക ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോഴേക്കും ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിച്ചേർന്നു. വീട്ടിലുള്ള എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് റെഡിയായി നിന്നു. ആദിത്യൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് ധരിച്ച് ദേവികയും വന്നു. അവളെ ആ ഡ്രസ്സിൽ കണ്ട എല്ലാവർക്കും വളരെ സുന്ദരിയായി തോന്നി. ആദിയുടെ സെലക്ഷൻ വളരെ നന്നായി എന്ന് എല്ലാവരും അഭിനന്ദിച്ചു. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്ന ശേഷം മുത്തശ്ശൻ കേക്ക് കട്ട് ചെയ്ത് ഫംഗ്ഷൻ ആരംഭിച്ചു. എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായം കേട്ട ശേഷം ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തു തന്ന ആളെ ഒന്ന് കാണിക്കണമല്ലോ എന്ന് കരുതി ദേവിക ആദിത്യൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ ആദിത്യൻ വല്ലാതെ അസ്വസ്ഥനായി. അവൻ്റെ മുന്നിൽ വന്ന് പുഞ്ചിരിച്ചു നിന്ന അവളെ തള്ളി മാറ്റി അവൻ അവിടെ നിന്നും നടന്നുപോയി. ദേവികയ്ക്ക് അത് നല്ലതുപോലെ വിഷമമായി. പണ്ട് ശ്രീലക്ഷ്മിയെ പ്രണയിച്ചിരുന്ന സമയം അവളുടെ പിറന്നാളിന് ഇതേ കളർ ഡ്രസ്സ് അവൾക്ക് ആദിത്യൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് ധരിച്ച് അവൻ്റെ മുന്നിൽ വന്ന് ഇത് കൊള്ളാമോ, എനിക്ക് ചേരുന്നോ എന്ന് ശ്രീലക്ഷ്മി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ദേവിക ആ കളർ ഡ്രസ്സിൽ അവൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ആ രംഗമാണ് അവന് ഓർമ്മ വന്നത്. അതവനെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു. ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും ഓർക്കേണ്ടി വന്നതിൽ അവനോട് തന്നെ വെറുപ്പ് തോന്നി. വല്ലാതെ അസ്വസ്ഥനായ അവൻ ഫംഗ്ഷന് വേണ്ടി അറേഞ്ച് ചെയ്തു വെച്ചതിൽ നിന്ന് ഒരു കുപ്പി മദ്യവും എടുത്ത് റൂമിലേക്ക് പോയി. കുറേ നേരമായി ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തൊന്നും ആദിത്യനെ കാണാതെ വന്നപ്പോൾ ദേവിക അന്വേഷിച്ച് അവൻ്റെ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കുപ്പിയുടെ പകുതിയോളം കുടിച്ചു തീർത്ത് മദ്യലഹരിയിൽ പകുതി ബോധാവസ്ഥയിൽ ബെഡിലിരിക്കുന്ന ആദിത്യനെയാണ് അവൾ കണ്ടത്. ദേവിക ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് കുപ്പി തട്ടിപ്പറിച്ചു വാങ്ങി. എന്താ ഇത് ആദിയേട്ടാ, കുടിക്കുന്നോ? എന്നു മുതലാ ഈ ശീലം തുടങ്ങിയത്? അവൾ ചോദിച്ചു. ആദിത്യൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. നീയോ? ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന്. നീ കാരണമാ ഞാൻ കുടിച്ചത്. നീ ഇന്നത്തെ എൻ്റെ മൂടെല്ലാം നശിപ്പിച്ചു. നിന്നോടാരാടി ഈ ഡ്രസ്സ് വിട്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ പറഞ്ഞത്? നാവ് കുഴഞ്ഞ് അവൻ ചോദിച്ചു. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? ഈ ഡ്രസ്സ് ആദ്യമായിട്ട് എനിക്ക് വാങ്ങി തന്നതല്ലേ?
ഓ, ആദ്യേട്ടൻ വാങ്ങിത്തരുന്ന എല്ലാം നീ അങ്ങ് ഇടുവോ? നീ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരുത്തിയെ എനിക്ക് ഓർക്കേണ്ടി വന്നു. ഇനി ഈ ഡ്രസ്സ് ഇട്ട് ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ആദിത്യൻ ആടിക്കുഴഞ്ഞ് ബെഡിൽ നിന്ന് പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് ദേവികയെ തള്ളി പുറത്താക്കാൻ ശ്രമിച്ചു. ദേവിക അവൻ്റെ കൈ തട്ടിമാറ്റി ഓടിച്ചെന്ന് ആ റൂമിലെ ഡോറടച്ച് അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ആദ്യേട്ടൻ്റെ ഉദ്ദേശം എന്താ? ഏതോ ഒരു പെണ്ണ് ചതിച്ചതിൻ്റെ പേരിൽ ജീവിതം ഇങ്ങനെ ഒറ്റയ്ക്ക് തുലയ്ക്കാനാണോ പ്ലാൻ? ദേവിക ദേഷ്യത്തിൽ ചോദിച്ചു. എൻ്റെ ലൈഫ് അത് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഡോർ തുറന്ന് പുറത്തു പോകാൻ നോക്ക്. അതിന് ഞാൻ സമ്മതിക്കില്ല. ഒരു പെണ്ണങ്ങനെ ചെയ്തെന്ന് കരുതി എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കുമെന്ന ആദ്യേട്ടൻ്റെ കാഴ്ചപ്പാട് തെറ്റാണ്. ആദ്യേട്ടൻ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ദേവിക വളരെ വിഷമത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു നിന്ന് പറഞ്ഞു. ദേവി, നീ കുറച്ച് ഓവറാകുന്നുണ്ട്. നീ സംസാരിക്കുന്ന രീതിയൊന്നും ശരിയല്ല. നീ ഒരു കാര്യം ചെയ്, റൂമിൽ നിന്നിറങ്ങ്. ഞാൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. എന്താ, എങ്ങനെയാ, ഏത് രീതിയിൽ പെരുമാറുമെന്ന് എനിക്ക് പോലും അറിയില്ല. ആദിത്യൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ നാവ് വല്ലാതെ കുഴഞ്ഞു. ആദിയേട്ടാ, പ്ലീസ് എന്നെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്നെ ഇങ്ങനെ എല്ലായിടത്തു നിന്നും ആട്ടി ഓടിക്കാതെ. എൻ്റെ മനസ്സിൽ ആദിയേട്ടൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആദിയേട്ടനെ. ഐ ലവ് യു എന്ന് പറഞ്ഞ് ദേവിക അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും പൂർണ്ണമായും മദ്യലഹരിയിലായ ആദിത്യൻ അവളെ ബലമായി പിടിച്ച് ചുണ്ടിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലൂടെ കൈ ഓടിച്ച് ബലമായി അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ദേവികയ്ക്ക് പേടി തോന്നി. അവൾ ആദിത്യൻ്റെ പ്രവൃത്തികളെ എതിർക്കാനും കുതറി മാറാനും ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ അവളുടെ ഡ്രസ്സ് ഊരിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ദേവിക ഉറക്കെ വേണ്ട എന്നു പറഞ്ഞ് ആദിത്യൻ്റെ പേരാവർത്തിച്ച് വിളിക്കാൻ തുടങ്ങി. ഈ സമയം ദേവികയെ കാണാതെ അന്വേഷിച്ച് അതുവഴി വന്ന അവളുടെ അമ്മ ആദിത്യൻ്റെ റൂമിൽ നിന്ന് അവളുടെ ഒച്ചയും ബഹളവും കേട്ട് അവളെ വിളിച്ചുകൊണ്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചു. ഡോർ അകത്തുനിന്ന് ലോക്കാണെന്ന് മനസ്സിലാക്കി അമ്മ ഭയന്ന് താഴെ പോയി ദേവികയുടെ അച്ഛനോട് കാര്യം പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടിയെത്തി കുറേ പ്രാവശ്യം വിളിച്ചുകൊണ്ട് ഡോറിൽ തട്ടിയിട്ടും ഡോർ തുറക്കാതെ വന്നപ്പോൾ ക്ഷമ നശിച്ച് ദേവികയുടെ അച്ഛൻ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ബഹളം കേട്ട് എല്ലാവരും ഓടിക്കൂടി. ഡോർ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ദേവികയുടെ അച്ഛനെ ചൊടിപ്പിച്ചു. അദ്ദേഹം ഓടിച്ചെന്ന് ആദിത്യനെ പിടിച്ചു മാറ്റി എൻ്റെ മോളെ നീ എന്താടാ ചെയ്തതെന്ന് ചോദിച്ച് അവനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ദേവിക അച്ഛനെ പിടിച്ചു മാറ്റാനും കാര്യങ്ങൾ വിശദീകരിക്കാനും ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ആദിത്യനെ തല്ലിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ടുകൊണ്ട് കയറി വന്ന ആദിത്യൻ്റെ അച്ഛൻ ദേവികയുടെ അച്ഛനെ തള്ളി മാറ്റി. അവർ തമ്മിൽ ഏറ്റുമുട്ടാൻ തുടങ്ങി. പ്രശ്നം കൈവിട്ടു പോകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കി ബഹളത്തിനിടയിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കടന്നു വന്നു. ആദിത്യൻ്റെ അച്ഛനെയും ദേവികയുടെ അച്ഛനെയും തല്ലുണ്ടാക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിപ്പിച്ചു. ശേഷം ഫംഗ്ഷൻ നിർത്തിവെച്ച് മറ്റ് ബന്ധുക്കളെയെല്ലാം പറഞ്ഞയച്ചു. അതുവരെ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ സന്തോഷം നിറഞ്ഞു നിന്ന വീട് ആകെ മൂകാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. എല്ലാവരുടെയും മുഖത്ത് സങ്കടവും നിരാശയും. ദേവിക നിർത്താതെ ഒരേ കരച്ചിൽ. ഇങ്ങനെയൊക്കെ കാര്യങ്ങളായിത്തീരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആദിത്യൻ മദ്യലഹരിയിൽ നടന്നതൊന്നും അറിയാതെ ഒരേ ഉറക്കം. അല്പസമയം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ എല്ലാവരെയും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി ഹാളിലേക്ക് വിളിച്ചുകൂട്ടി. മുത്തശ്ശൻ സംസാരിക്കാൻ തുടങ്ങി. ഇതുവരെ ഈ കുടുംബത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. പുറത്തറിഞ്ഞാൽ 2 കുട്ടികൾക്കും ഈ കുടുംബത്തിനും തലയുയർത്തി സമൂഹത്തിന് മുന്നിൽ പിന്നെ ഇറങ്ങി നടക്കാൻ കഴിയില്ല. ആദിയെക്കുറിച്ച് ഇതുവരെ ഒരു മോശം അഭിപ്രായം ആരിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളുടെ പരിചയം വെച്ച് ദേവികയെക്കുറിച്ചും എനിക്ക് നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. ഇന്നുണ്ടായ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് 2 പേർക്കും മാത്രമേ അറിയൂ. മദ്യപാനം ശീലമില്ലാത്ത ആദി എന്തുകൊണ്ടാണ് മദ്യപിച്ചത്? അവൻ്റെ മുറിയിലേക്ക് എന്തിനാണ് ദേവിക ആ സമയത്ത് തനിച്ചു പോയത്? ആദി എന്തിനാണ് ദേവികയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കവർക്ക് നേരെ ചോദിക്കാം. അവർ പറയുന്ന ന്യായീകരണങ്ങളും കേൾക്കാം. പക്ഷേ അതൊന്നും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവില്ല. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത കുടുംബത്തിൻ്റെ സൽപ്പേര് നഷ്ടപ്പെടാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ്. ഞാനും നിങ്ങളുടെ മുത്തശ്ശിയും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്.
ഏറ്റവും അടുത്തു തന്നെയുള്ള ഒരു മുഹൂർത്തം കുറിച്ച് ആദിയുടെയും ദേവികയുടെയും വിവാഹം നടത്താം. ആദി ചെയ്തത് തെറ്റാണ്. അതിൻ്റെ ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുക്കണം. എൻ്റെ ഈ തീരുമാനത്തോട് താല്പര്യമില്ലെങ്കിൽ പോലും ആരും എതിര് പറയാൻ നിൽക്കണ്ട. അവനവൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി മാത്രം ചിന്തിച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തുക. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ മുറിയിലേക്ക് പോയി. മറുവശത്ത് മദ്യലഹരിയിൽ ഉറക്കമായിരുന്ന ആദിത്യൻ ഉണർന്നു. അവൻ ഉണരുന്നതും കാത്ത് മുത്തശ്ശൻ്റെ പിറന്നാൾ ഫംഗ്ഷന് വന്ന ശബരി അവൻ്റെ ബെഡിൻ്റെ അരികിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആദിത്യൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ദേഹമെല്ലാം വേദനിച്ചു. ആദിത്യൻ ദേഹം തടവിക്കൊണ്ട് ശബരിയെ നോക്കി. ഷോ, എന്തൊരു വേദനയാടാ ശരീരം മുഴുവൻ. മദ്യം കഴിച്ചാൽ ശരീരം വേദനിക്കുമോ? ആദിത്യൻ ചോദിച്ചു. ശരീരം വേദനിക്കാനുള്ള കാരണം എന്താന്ന് നീ നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശബരി പറയുന്നത് കേട്ട് ആദിത്യൻ നടന്നതെല്ലാം ഒന്ന് മനസ്സിരുത്തി ഓർത്തു നോക്കി. എവിടേക്കോ ചെറിയ ഓർമ്മകൾ അവന് വന്നു. അവൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എടാ ശബരി, പണി പാളിയെന്നാ തോന്നുന്നേ. മദ്യലഹരിയിൽ ഞാൻ ദേവിയെ ഉമ്മ വെച്ചു. അവളുടെ അച്ഛൻ കണ്ടുകൊണ്ട് വന്ന് എന്നെ തല്ലി. പിന്നെന്താ നടന്നത്? എനിക്ക് എല്ലാം ഒന്നും ഓർമ്മ വരുന്നില്ല. നീ അവളെ ഉമ്മ വെച്ചത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അങ്കിൾ കറക്റ്റ് സമയത്ത് കയറി വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ പീഡനക്കേസിൽ ജയിലിൽ കിടന്നേനെ. നീ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു കാമഭ്രാന്തനാകുമെന്ന് ഞാനിതുവരെ അറിയാതെ പോയി, ശബരി പറഞ്ഞു. എടാ, ഇതാകെ കൈവിട്ടു പോയല്ലോ. ഞാൻ ഇനി എങ്ങനെ ദേവിയുടെ മുഖത്ത് നോക്കും? എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ. ഷോ, മരിച്ചാ മതി ഇനി. ആദിത്യൻ വല്ലാതെ സങ്കടപ്പെട്ടു. നീ മരിക്കാനൊന്നും നിൽക്കണ്ട. ഉടനെ ഒരു വിവാഹം കഴിക്കാൻ റെഡിയായിക്കോ. വിവാഹമോ? ആർക്ക്? നീ എന്തൊക്കെയാ പറയുന്നേ? ശബരി പറയുന്നത് കേട്ട് ആദിത്യൻ ചോദിച്ചു. അതെ, നിൻ്റെയും ദേവിയുടെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആ സമയം അവൻ്റെ മുറിയിലേക്ക് കയറി വന്ന മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു. മുത്തശ്ശനെ കണ്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ആദി കരുതിയിരുന്നത്. എൻ്റെ പ്രതീക്ഷകളെല്ലാം നീ തെറ്റിച്ചു. നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നീ നേരിട്ട ചതിയും നീ ഉണ്ടാക്കി വെച്ച കടബാധ്യതയും ഈ വീട്ടിലെ ഒരു കുഞ്ഞു പോലും അറിയാതെ ഞാൻ പരിഹരിച്ചു. കാരണം നീ അതിൽ തെറ്റുകാരനല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ നിഷ്കളങ്കത കൊണ്ട് നിനക്ക് സംഭവിച്ച ഒരു തെറ്റായി ഞാൻ അതിനെ കണ്ടു. പക്ഷേ ഈ സംഭവിച്ചത് അങ്ങനെയല്ല. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തേ പറ്റൂ, മുത്തശ്ശൻ പറഞ്ഞു. ഞാൻ ചെയ്തത് തെറ്റാണ്. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല മുത്തശ്ശ. എന്ത് പരിഹാരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ ദേവിയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ അവളെ ഒരു സഹോദരിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവളെ നീ വിവാഹം കഴിച്ചേ പറ്റൂ. ഈ പ്രശ്നത്തിന് അങ്ങനെ ഒരു പരിഹാരമേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീ അതനുസരിച്ചാൽ മതി. ഞാൻ അടുത്ത് തന്നെ ഒരു മുഹൂർത്തം കുറിക്കാൻ ജ്യോത്സ്യനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ദേവികയുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. ഇനി വിവാഹം കഴിഞ്ഞേ അവർ പോകുന്നുള്ളൂ. നീ ഉടനെ വിവാഹത്തിന് തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ മുറിയിൽ നിന്ന് പോയി. ആദിത്യൻ ആകെ അസ്വസ്ഥനായി ബെഡിൽ ചെന്നിരുന്നു. എടാ, നീ ടെൻഷൻ ആവാതെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്ക്. ഇനി നിൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. നീ ദേവികയെ വിവാഹം കഴിച്ചേ പറ്റൂ. നീ സാവധാനം എല്ലായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചു നോക്ക്. ഞാൻ പോട്ടെ, ഒരുപാട് വൈകി എന്ന് പറഞ്ഞ് ശബരി അവിടെ നിന്നും ഇറങ്ങി. ആദിത്യന് ചിന്തിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല. ഒരിക്കൽ പോലും ദേവികയുമായിട്ടുള്ള ഒരു ജീവിതം അവൻ ആഗ്രഹിക്കുന്നില്ല. അവളോട് അങ്ങനെയൊരു സ്നേഹം അവന് തോന്നിയിട്ടില്ല. പക്ഷേ മുത്തശ്ശൻ പറഞ്ഞാൽ അനുസരിക്കാതെ ഇരിക്കാനും അവന് മനസ്സ് വരുന്നില്ല. ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ ഉറച്ചു നിന്നിരുന്ന അവൻ ഇനി ഒരു വിവാഹ ജീവിതം അവനുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ആ ഒരു തീരുമാനത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കാൻ അവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ദേവികയോട് സംസാരിക്കാമെന്ന് അവൻ തീരുമാനമെടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ ദേവികയെ വിളിച്ചു വരുത്തി. ശേഷം അവളോട് സംസാരിക്കാൻ തുടങ്ങി. ദേവി, ഐ എം റിയലി സോറി. ഞാൻ ഇന്നലെ നിന്നോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഒന്നും മനഃപൂർവ്വമല്ല, പറ്റിപ്പോയതാ. എല്ലാവരും ഞാൻ നിന്നെ വിവാഹം കഴിക്കണമെന്നാ പറയുന്നത്. എനിക്കറിയാം നിനക്കും വലിയ താല്പര്യം കാണില്ല ഈ വിവാഹത്തിനോട്. കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും നീയും വിവാഹത്തിന് സമ്മതം അറിയിച്ചത്.
ആദിത്യൻ പറയുന്നത് കേട്ടപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറഞ്ഞതൊന്നും അവൻ ഓർമ്മയില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അതവളെ നിരാശപ്പെടുത്തി. എടോ, എൻ്റെ ലൈഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഇതുവരെ കരകയറാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ വിവാഹം ചെയ്യാം. പക്ഷേ എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയാതെ പോയാൽ, താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ലൈഫ് എനിക്ക് തരാൻ പറ്റാതെ ആയാൽ, ഞാൻ തൻ്റെ ലൈഫ് നശിപ്പിച്ചതുപോലെ ആവില്ലേ? ആദിത്യൻ അവൻ്റെ ആശങ്കകൾ അവളോട് പങ്കുവച്ചു. ആദിയേട്ടൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകും. എല്ലാവരുടെയും ലൈഫിൽ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാം മറികടന്ന് കഴിഞ്ഞതെല്ലാം മറന്ന് എത്രയോ പേർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുപോലെ ആദിയേട്ടനും മാറും, എല്ലാം മറക്കും. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്താൽ പോരെ? ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്, ദേവിക പറഞ്ഞു. എനിക്കെന്നാലും ഒരു സമാധാനം കിട്ടുന്നില്ലടോ. നെഞ്ചിലൊരു ഭാരം പോലെ. എൻ്റെ ഒരു സമാധാനത്തിനു വേണ്ടി ഞാനൊരു ഡിമാൻഡ് വെച്ചാൽ താൻ അത് അംഗീകരിക്കുമോ? അവൻ ചോദിച്ചു. ആദിയേട്ടൻ പറയേ. അത് വിവാഹശേഷം 1 വർഷ കാലയളവിൽ ഞാനൊരു രീതിയിലും മാറിയില്ലെങ്കിൽ, തനിക്ക് ഞാനൊരു നല്ല ഭർത്താവല്ലെങ്കിൽ നമ്മൾ പിരിയണം. അങ്ങനെയൊരു മാരേജ് എഗ്രിമെൻറ്റിലായിരിക്കണം നമ്മൾ വിവാഹം കഴിക്കാൻ. തനിക്ക് സമ്മതമാണോ? ആദിത്യൻ ചോദിച്ചു. തൻ്റെ പ്രണയത്തിലും ആദിത്യനോടുള്ള അവളുടെ സ്നേഹത്തിലും അവൾക്ക് ഒരുപാട് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ആ 1 വർഷ കാലയളവ് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അവൾ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ എഗ്രിമെൻ്റ് വെച്ച് വിവാഹം കഴിക്കാമെന്ന് ആദിത്യനോട് സമ്മതിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹ സമ്മാനമായി മുത്തശ്ശൻ അവർക്ക് 2 പേർക്കും ഒരു ഫ്ലാറ്റ് വാങ്ങി നൽകി. പുതുമോടി ആഘോഷിക്കാനും പരസ്പരം കൂടുതൽ അടുക്കാനും മനസ്സിലാക്കാനും വേണ്ടി കുറച്ചുനാൾ 2 പേരും ഫ്ലാറ്റിൽ താമസിക്കാൻ മുത്തശ്ശൻ ആവശ്യപ്പെട്ടു. അവർ അങ്ങോട്ടേക്ക് താമസം മാറിയ ശേഷം ദേവികയുടെ അച്ഛനും അമ്മയും തിരികെ നാട്ടിലേക്ക് മടങ്ങി. മറ്റാരുമില്ലാതെ അവർ 2 പേരും മാത്രമായി താമസിക്കാൻ തുടങ്ങിയിടത്തു നിന്ന് അവരുടെ ജീവിത രീതികൾ മാറി. ആദിത്യന് അവളോടുള്ള പെരുമാറ്റം മയപ്പെട്ടു. ഓഫീസ് വർക്കുകളെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്തും പാചകവും വീട് വൃത്തിയാക്കലുമൊക്കെ ഷെയർ ചെയ്ത് ചെയ്യലുമൊക്കെയായി അവർ കുറച്ചുകൂടി അടുത്തു. കൂട്ടുകാരെ പോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. ഫാമിലി ഫംഗ്ഷനുകളിൽ ഒരുമിച്ച് പങ്കെടുത്തും. അങ്ങനെ പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നു. ആദിത്യൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. ആ പഴയ മുരടൻ സ്വഭാവമൊന്നും ഇപ്പോൾ അവൻ പുറത്തെടുക്കാറേയില്ല. അവൻ അറിയാതെ തന്നെ ദേവികയെ അവൻ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ സ്നേഹം ദേവികയോട് തുറന്നു പറയാനോ പ്രകടിപ്പിക്കാനോ അവൻ തയ്യാറായില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ആദിത്യനെ തേടി അവൻ്റെ പഴയ കാമുകി ശ്രീലക്ഷ്മി വിദേശത്തു നിന്ന് ഹൈദരാബാദിൽ എത്തിയിരിക്കുന്നു. അവൾ നേരെ വന്നത് അവൻ്റെ കമ്പനിയിലേക്കാണ്. ശ്രീലക്ഷ്മിയാണ് വന്നിരിക്കുന്നതെന്നറിഞ്ഞ് അവളെ കാണാൻ താല്പര്യമില്ലാതെ ആദിത്യൻ ഒഴിവാക്കിയെങ്കിലും അവനെ കണ്ടിട്ടേ പോകൂ എന്ന വാശിയിൽ കമ്പനിയിൽ വിസിറ്റിംഗ് ഏരിയയിൽ ഇരിപ്പായി ശ്രീലക്ഷ്മി. അവൾ തന്നെ കാണാതെ പോകില്ല എന്ന് ഉറപ്പായപ്പോൾ രണ്ടും കൽപ്പിച്ച് ആദിത്യൻ അവളെ കാണാൻ അങ്ങോട്ടേക്ക് ചെന്നു. നിനക്ക് എന്നോട് ചെയ്തതൊന്നും മതിയായില്ലേ? ഞാൻ സ്വസ്ഥമായി ജീവിക്കാൻ നീ അനുവദിക്കില്ലേ? ഇനി എന്താ നിനക്ക് വേണ്ടത്? എൻ്റെ ജീവനോ? ശ്രീലക്ഷ്മിയെ കണ്ടപാടെ ആദിത്യൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു. അത് ഞാൻ ഈ പണം തിരികെ തരാൻ വന്നതാ. ഇത്രയും നാളത്തെ പലിശ അടക്കമുണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒരു സൂട്ട് കേസ് ആദിത്യന് നേരെ നീട്ടി. ഇത് നീ കൊണ്ടുപോയി വല്ല അനാഥ മന്ദിരത്തിന് ദാനം ചെയ്. എനിക്ക് വേണ്ട. ഈ കണക്കൊക്കെ ഞാൻ എന്നെ എഴുതി തള്ളിയതാ എന്ന് പറഞ്ഞ് ആദിത്യൻ തിരിഞ്ഞു നടന്നു. ആദി, പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അന്ന് ഈ പണവും എടുത്ത് ഞാൻ കടന്നു കളഞ്ഞു എന്നല്ലേ നീ വിശ്വസിച്ചിരുന്നത്? അത് സത്യമല്ല. പണം എടുത്തത് ഞാനല്ല, അവൾ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന ആദിത്യൻ തിരികെ നടന്നു വന്നു. ദേ, ഇതുവരെ മര്യാദയ്ക്കാണ് ഞാൻ നിന്നോട് പെരുമാറിയത്. ഇനിയും ഇവിടെ നിന്ന് കള്ളങ്ങൾ വിളിച്ചു കൂവിയാൽ ആ മര്യാദ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് നിനക്ക് കിട്ടില്ല, ആദിത്യൻ പറഞ്ഞു. സത്യമാണ് ആദി ഞാൻ പറഞ്ഞത്. അന്ന് നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പണം രഹസ്യമായി എന്നെ നിരീക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി ഞാനില്ലാത്ത സമയം നോക്കി തട്ടിയെടുത്ത് കടന്നു കളഞ്ഞത് എൻ്റെ അച്ഛനാണ്.
ഞാൻ അയാളെ തേടി കണ്ടെത്തി പണം തിരികെ ചോദിച്ച് വഴക്കായി. വഴക്കിനിടയിൽ ഞാൻ അയാളെ തള്ളിയപ്പോൾ അയാൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു. ഗുരുതരമായി പരിക്കുപറ്റി. അയാൾക്ക് ബോധം വന്നപ്പോൾ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസിനെ പേടിച്ച് ഞാനന്ന് ഒളിവിൽ പോയി. പല ജോലികൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാനം ഒരു വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ എൻ്റെ കഥകൾ അറിഞ്ഞ് അവർക്ക് സഹതാപം തോന്നിയിട്ടാ എനിക്ക് വിദേശത്ത് ജോലി ശരിയാക്കി തന്നത്. എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിൻ്റെ അടുത്തേക്ക് വരാമായിരുന്നു. പക്ഷേ നിനക്ക് തരാനുള്ള പണം തിരികെ തരണമെന്ന വാശിയായിരുന്നു എൻ്റെ മനസ്സിൽ. അത് സ്വരുക്കൂട്ടാനുള്ള കഷ്ടപ്പാടായിരുന്നു ഇതുവരെ. ഇപ്പോൾ ആ പണം മുഴുവൻ ഞാൻ സമ്പാദിച്ച ശേഷമാണ് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതാണ് സത്യമാദി. നിനക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. അന്വേഷിച്ച് സത്യമാണെന്ന് അറിയുകയാണെങ്കിൽ എന്നെ തേടി വരണം പ്ലീസ് എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി. ആദിത്യൻ അവൻ്റെ ക്യാബിനിലേക്ക് തിരികെ പോയി. അന്നത്തെ ദിവസം മുഴുവൻ ശ്രീലക്ഷ്മി പറഞ്ഞതോർത്ത് അവൻ അസ്വസ്ഥനായിരുന്നു. അവൾ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കണമെന്ന് അവന് തോന്നി. അതിനെപ്പറ്റി അന്വേഷിക്കാൻ അവനൊരാളെ ഏർപ്പാടാക്കി. അയാളെല്ലാം വിശദമായി അന്വേഷിച്ച ശേഷം വൈകുന്നേരത്തോടുകൂടി ശ്രീലക്ഷ്മി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അറിയിച്ചു. അതറിഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നുപോയി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ ഇത്രയും നാൾ വെറുക്കുകയും ശപിക്കുകയും ചെയ്തല്ലോ എന്നോർത്ത് അവൻ്റെ മനസ്സ് വേദനിച്ചു. അന്ന് രാത്രി ഓഫീസിൽ നിന്നിറങ്ങി ദേവികയെ കൂട്ടാതെ അവൻ ബാറിലേക്ക് പോയി. വിഷമം താങ്ങാൻ കഴിയാത്തതുകൊണ്ട് 2 പെഗ് കഴിച്ച ശേഷം അവൻ വീട്ടിലേക്ക് വന്നു. ദേവിക അവനെ കാണാതെ ആകെ വിഷമിച്ച് ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഡോർ തുറന്ന് കയറി വന്നതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ആദിയേട്ടാ, ഇതെവിടെ ആയിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചു, എന്താ ഫോൺ എടുക്കാത്തെ? അവൾ ചോദിച്ചു. ആദിത്യൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. ആദിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ? ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ കുടിക്കാൻ കാരണം? അവനെ അടിമുടി ശ്രദ്ധിച്ച ദേവിക ചോദിച്ചു. അവൻ നടന്ന് റൂമിൽ ചെന്ന് ബെഡിലിരുന്നു. ശേഷം ഓഫീസിൽ ശ്രീലക്ഷ്മി വന്നതും നടന്ന കാര്യങ്ങൾ മുഴുവൻ ദേവിയോട് വിശദമായി പറഞ്ഞു. അവളുടെ കാര്യത്തിൽ അവന് നല്ല വിഷമവും സഹതാപവും ഉണ്ടെന്ന് എല്ലാം കൂടി ഓർത്ത് വിഷമം സഹിക്കാൻ വയ്യാതെയാണ് അവൻ കുടിച്ചതെന്നും ആദിത്യൻ പറഞ്ഞു. ശേഷം അവൻ ഉറങ്ങിപ്പോയി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദേവികയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ പലതും ചിന്തിച്ചു കൂട്ടി. ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ ദേവികയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. ആദിത്യൻ അങ്ങനെ മദ്യപിക്കാറില്ല. അവൻ മദ്യപിച്ചിട്ടുള്ളതെല്ലാം ശ്രീലക്ഷ്മിയെ ഓർമ്മ വരുമ്പോഴാണ്. അതൊരു പക്ഷേ ശ്രീലക്ഷ്മിയോട് ഇപ്പോഴും ഇഷ്ടമുള്ളത് കൊണ്ടാവും. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഒരിക്കൽ പോലും ആദിത്യൻ അവളോട് ഒരു പരിധിക്കപ്പുറം അടുപ്പം കാണിച്ചിട്ടില്ല. അതൊരു പക്ഷേ ശ്രീലക്ഷ്മിയെ മറക്കാൻ കഴിയാത്തത് കൊണ്ടാവും എന്നൊക്കെയുള്ള ചിന്തകൾ അവൾ മെനഞ്ഞുകൂട്ടി. പിറ്റേന്ന് രാവിലെ ആദിത്യൻ ശ്രീലക്ഷ്മിയെ കാണാൻ പോവുകയാണ് എന്ന് ദേവികയോട് പറഞ്ഞ് ഫ്ലാറ്റിൽ നിന്നിറങ്ങി. പിന്നാലെ ദേവികയും റെഡിയായി ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഓഫീസിലെത്തി ശബരിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്ന അവൾ അവന് നേരെ ഒരു പേപ്പർ നീട്ടി. എന്താടോ ഇത്? ശബരി ചോദിച്ചു. എൻ്റെ റെസിഗ്നേഷൻ ലെറ്ററാണ്, അവൾ പറഞ്ഞു. എന്താടോ, എന്തു പറ്റി? താൻ എന്തിനാ ഇപ്പോൾ റിസൈൻ ചെയ്യുന്നത്? ആദ്യമായി വഴക്കുണ്ടായോ? ഇല്ല, ഞാനെല്ലാം അവസാനിപ്പിക്കുക ശബരിച്ചേട്ടാ. എനിക്ക് മതിയായി. ഞാനെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുക. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ സ്നേഹിച്ച ആളോടൊപ്പം കുറച്ചുനാൾ പേരിനെങ്കിലും ഭാര്യയായിട്ട് കഴിയാൻ എനിക്ക് സാധിച്ചു. അത് മതി. ഞാൻ ഹാപ്പിയാ, ദേവിക പറഞ്ഞു. താൻ എന്താടോ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനു വേണ്ടി എന്ത് സംഭവിച്ചു? ശബരിയുടെ ആ ചോദ്യത്തിന് ദേവിക ഇന്നലെ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. എടോ, താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും കാണില്ല. ഞാൻ ആദിയോട് സംസാരിക്കാം. വേണ്ട ശബരിച്ചേട്ടാ, എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ശ്രീലക്ഷ്മി തെറ്റുകാരിയല്ല എന്ന തിരിച്ചറിവ് ആദിയേട്ടന് ആ കുട്ടിയോടുള്ള ഉള്ളിലെ ഇഷ്ടം വീണ്ടും ഉണർത്തിയിട്ടുണ്ട്. ആദിയേട്ടൻ ആ കുട്ടിയുമായി ഒന്നുചേരണമെന്ന ആഗ്രഹം കാണും. ഞാനായിരിക്കും അതിനൊരു തടസ്സമായി നിൽക്കുന്നത്. അതിൻ്റെ വിഷമമായിരിക്കും ആദിയേട്ടൻ ഇപ്പോൾ. ആ കുട്ടി ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കാരണം അവൾക്കൊരു നല്ല ജീവിതം നഷ്ടപ്പെടരുത്. ആദിയേട്ടൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദേവിക അവിടെ നിന്നും ഇറങ്ങി. ശബരി ഒരുപാട് തവണ വിളിച്ചിട്ടും കൂട്ടാക്കാതെ അവൾ ആരോടും പറയാതെ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. മറുവശത്ത് ഇതൊന്നും അറിയാതെ ആദിത്യൻ ശ്രീലക്ഷ്മിയെ ചെന്ന് കണ്ട് സംസാരിച്ചു.
ഞാൻ അന്വേഷിച്ചു, സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഇത്രയും നാൾ തന്നെ കുറ്റപ്പെടുത്തിയതിന് സോറി. നീ വെച്ച് നീട്ടിയ പണം എനിക്ക് വേണ്ട. അത് നീ സമ്പാദിച്ച പണമാണ്. അതിൻ്റെ അവകാശി നീയാണ്. എൻ്റെ പണം മോഷ്ടിച്ചത് നിൻ്റെ അച്ഛനല്ലേ? അത് തിരികെ തരേണ്ടതും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും അയാളാണ്. അതിനുള്ള പണി ഞാൻ അയാൾക്ക് കൊടുത്തോളാം, ആദിത്യൻ പറഞ്ഞു. അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതോ പണമോ ഒന്നുമല്ല എനിക്ക് വലുത്. ആദി എന്നെ മനസ്സിലാക്കിയല്ലോ. തെറ്റിദ്ധാരണയെല്ലാം അവസാനിച്ചല്ലോ, അത് മതി. എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ ആദിയോട് ചോദിക്കാൻ. അന്ന് പാതി വഴിയിൽ എനിക്ക് നഷ്ടപ്പെട്ട പ്രണയം എനിക്ക് തിരിച്ചു വേണം. എൻ്റെ മാത്രമായിരുന്ന ആ പഴയ ആദിയെ എനിക്ക് വേണം, ശ്രീലക്ഷ്മി കെഞ്ചി പറഞ്ഞു. അതുമാത്രം നീ ചോദിക്കരുത് ശ്രീ. എനിക്ക് ആ പഴയ ആദിയാവാനും നിന്നെ ഇനി പ്രണയിക്കാനും എനിക്ക് കഴിയില്ല. കാരണം ഞാനിപ്പോൾ വിവാഹിതനാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, എൻ്റെ ദേവി. ഇനി ഒരു ജീവിതമില്ലെന്ന് ഉറപ്പിച്ച് കല്ലുപോലെ ഉറച്ച മനസ്സുമായി നടന്ന എന്നെ മാറ്റിയെടുത്തത് അവളാണ്. ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവളെയാണ്. നീ എന്നെ മറക്കണം, പുതിയൊരു ജീവിതം കണ്ടെത്തണം. നിനക്ക് പറ്റിയ ഒരാളെ ദൈവമായിട്ട് നിൻ്റെ മുന്നിലെത്തിക്കും. ശ്രീലക്ഷ്മിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആദിത്യൻ അവിടെ നിന്നും ഇറങ്ങി തിരികെ ഫ്ലാറ്റിലെത്തി. വളരെ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി ആ ഫ്ലാറ്റ് മുഴുവനും അവൻ ദേവികയെ തിരക്കി. അവളെ അവിടെ എങ്ങും കണ്ടില്ല. അങ്ങനെ അവളെ തിരക്കി നടക്കുന്നതിനിടയിൽ മേശപ്പുറത്ത് കുറച്ച് പേപ്പർ ഇരിക്കുന്നത് കണ്ട് അവൻ എടുത്തു നോക്കി. അവർ വിവാഹത്തിന് മുമ്പ് ഒപ്പിട്ട 1 വർഷത്തേക്കുള്ള മാരേജ് എഗ്രിമെൻറ്റും അതിൻ്റെ കൂടെ അവൾ ഒപ്പിട്ട മ്യൂച്വൽ ഡിവോഴ്സ് പേപ്പറും. അത് കണ്ട് ടെൻഷനായ ആദിത്യൻ ഫ്ലാറ്റിൽ നിന്നിറങ്ങി അവൾ ഓഫീസിലുണ്ടാകും എന്ന വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ചുറ്റും അവളെ തേടി നടന്ന ആദിത്യൻ ശബരിയുടെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി. ഡേ ശബരി, നീ ദേവിയെ കണ്ടിരുന്നോ? ഇന്ന് അവൾ ഇവിടെ വന്നോ? അവൻ ചോദിച്ചു. അതെ, അവൾ വന്നിരുന്നു, ഈ റെസിഗ്നേഷൻ ലെറ്റർ തരാൻ എന്ന് പറഞ്ഞ് ശബരി അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആദി ഓടി വന്ന് അതെടുത്ത് വായിച്ചു നോക്കി. അവൾ എന്താടാ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവൾ ഇപ്പോൾ ഇങ്ങനെ ധൃതി കൂട്ടി ഈ തീരുമാനങ്ങൾ എടുത്തത്? ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാ. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാം ഇട്ടെറിഞ്ഞു പോകും. കൂടെ നിൽക്കുന്നവരുടെ ഫീലിങ്സ് ഒന്നും അവർ മനസ്സിലാക്കില്ല, ആദി വിഷമത്തോടെ പറഞ്ഞു. നീ എല്ലാവരുടെയും കൂട്ടത്തിൽപ്പെടുത്തി ദേവികയെ കൊച്ചാക്കരുത്. മറ്റാരേക്കാളും നിന്നെയും നിന്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കി സ്നേഹിക്കുന്നവളാണ് ദേവിക. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ 6 വർഷമായി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണവൾ. നിനക്ക് വേണ്ടിയാ അവൾ ഹൈദരാബാദ് വന്നതും ഈ കമ്പനിയിൽ ജോലി ചെയ്തതും. നിനക്ക് വേണ്ടി എല്ലാം ത്യജിച്ച അവൾ അവസാനം നിന്റെ സന്തോഷത്തിന് വേണ്ടി അവളുടെ പ്രണയവും ത്യജിച്ചു. നിനക്ക് ശ്രീലക്ഷ്മിയെ ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്നിക്കട്ടെ, അവൾ ഒഴിഞ്ഞു തരാമെന്ന് അവൾ തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ശബരി പറയുന്നത് കേട്ട് പതറിപ്പോയ ആദിത്യന് ഇത്രയും നാളും ഒപ്പമുണ്ടായിരുന്നിട്ടും അവളുടെ സ്നേഹം മനസ്സിലാക്കാതെ പോയതിൽ നിരാശ തോന്നി. അവളെ ഉടനെ നേരിട്ട് കാണണമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. അവൾ നാട്ടിലേക്കാണ് പുറപ്പെട്ടു പോയതെന്ന് ശബരിയോട് ചോദിച്ചറിഞ്ഞ് ആദിത്യൻ ഓഫീസിൽ നിന്നും ഇറങ്ങി. ദേവിക അപ്പോഴേക്കും നാട്ടിലേക്ക് ട്രെയിൻ കയറി കഴിഞ്ഞിരുന്നു. അടുത്ത ട്രെയിൻ പിടിച്ച് അവനും നാട്ടിലേക്ക് പുറപ്പെട്ടു. ആദ്യം ദേവിക വീട്ടിലെത്തിച്ചേർന്നു. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായി വീട്ടിലേക്ക് വരുന്ന വരവിൽ ദേവിക തനിച്ചേ ഉള്ളൂ എന്നത് അവളുടെ അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചു. കയറി വന്ന പാടെ അവരോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കാനും അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആദിത്യൻ വരാത്തതിനെ പറ്റി ചോദിച്ചപ്പോൾ ജോലിത്തിരക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് എല്ലാം ഇട്ടെറിഞ്ഞു വന്നെങ്കിലും ദേവികയ്ക്ക് ചങ്കു പൊട്ടുന്ന വേദനയായിരുന്നു ഉള്ളിൽ. അതൊന്ന് ഉറക്കെ കരഞ്ഞു തീർക്കാൻ പോലും കഴിയാതെ അവൾ വല്ലാതെ വീർപ്പുമുട്ടി. അല്പം സമാധാനത്തിനു വേണ്ടി കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി ദേവിക പറമ്പിലെ ചെറിയ കുളത്തിൻ്റെ കരയിലേക്ക് ചെന്നിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആദിത്യൻ തറവാട്ടിൽ എത്തിച്ചേർന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ജോലി തിരക്ക് കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആള് വന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൻ ഒന്നും വിട്ടു പറയാൻ നിൽക്കാതെ ദേവികയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നു. എല്ലാവരോടും വിശേഷങ്ങൾ പങ്കുവച്ച ശേഷം ദേവിക എവിടെയാണുള്ളതെന്ന് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി അവൻ കുളത്തിനടുത്തേക്ക് നടന്നു. ദേവി അവളുടെ അടുത്തെത്തിയപ്പോൾ അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. വിളിച്ചത് ആദിത്യനാണെന്ന് കണ്ടപ്പോൾ അമ്പരന്ന് അവൾ ചാടി എഴുന്നേറ്റു.
താൻ എന്നാലും ഒരു വാക്കുപോലും പറയാതെ എന്നെ തനിച്ചാക്കി പോരുന്നല്ലോടോ. എൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ കൂട്ടാക്കാതെ താൻ സ്വയം തീരുമാനമെടുത്ത് നമ്മുടെ ലൈഫിൽ എനിക്കൊരു സ്ഥാനവും വിലയും ഇല്ലാതാക്കി കളഞ്ഞു. അവൻ വിഷമത്തോടെ പറഞ്ഞു. അയ്യോ, ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചല്ല തീരുമാനം എടുത്തത്. ആദ്യേട്ടന് എന്നും എൻ്റെ ഉള്ളിലും നമ്മുടെ ലൈഫിലും എല്ലാ സ്ഥാനവും വിലയും ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടാണോ താൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ അങ്ങ് പോയിക്കളഞ്ഞത്? അത് ആദ്യേട്ടാ, സോറി. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ആദ്യേട്ടൻ്റെ സന്തോഷം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എടോ, എൻ്റെ ഇപ്പോഴത്തെ സന്തോഷം അത് എന്താണെന്ന് അറിയോ? താനാ. ഇനി അങ്ങോട്ട് അങ്ങനെയായിരിക്കും. ഇനി എന്നും താൻ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ആദി ദേവികയെ കെട്ടിപ്പുണർന്നു. എന്നാലും ഒരു സംശയം. ഇത്രയും വർഷമൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് വിട്ടുകൊടുക്കാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞടോ? ആദിത്യൻ സംശയത്തോടെ ചോദിച്ചു. സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് കഴിയും ആദിയേട്ടാ, അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അവിടെ നിന്ന് അവരുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങി.